എല്ലാവർക്കും വിനീത നമസ്കാരം. ഞാനൊരു ക്ഷമാപണത്തോടെ സുരേഷ് സാറിനോട് ക്ഷമാപണം നടത്തിക്കൊണ്ട് തുടങ്ങട്ടെ. കാരണം എന്റെ ചുമതലയിൽ ഞാൻ അത് ഭംഗിയായി നിർവഹിക്കേണ്ട ആളാണ്. സ്റ്റേറ്റ് കോർഡിനേറ്റർ ആണ് സംഘടനയുടെ. അപ്പോ സാറിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഞാൻ ധരിച്ചു വെക്കാതെയാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അതിൽ പോരായ്മ വരുന്നത് സാർ തീർച്ചയായും പുറത്തു തരണം. പ്രത്യേകിച്ച് നമ്മുടെ സംഘടനയുടെ ഒരു മികച്ച ഇതിൽ സാറിന്റെ പാർട്ടിസിപ്പേഷൻ തുടർന്നും നമുക്ക് ആവശ്യമുള്ളതുമാണ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, നമ്മുടെ സംഘടനയുടെ അധ്യക്ഷൻ ഡേവി സാർ, സംസ്ഥാന ജനറൽ സെക്രട്ടറി ബാബുലയൻ സാർ, നമ്മുടെ സംഘടനയുടെ എല്ലാ പ്രധാന ഭാരവാഹികളുമേ, ഇന്ന് നമ്മൾ വീണ്ടും നമ്മളുടെ സംഘടന ആരംഭിച്ചിട്ട് ആദ്യ സമയത്ത് തന്നെ നമ്മൾ മികച്ച സെമിനാറുകൾ കൊണ്ടാണ് നമ്മളുടെ സംഘടനയുടെ പ്രവർത്തനം തന്നെ ആരംഭിച്ചിട്ടുള്ളത്. കേരളത്തിലുള്ള ഒരു നിര മികച്ച പരിശീലനം സിദ്ധിച്ച എന്റർപ്രണേഴ്സിനെ വളർത്തിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് നിധി കമ്പനീസ് അസോസിയേഷന്റെ ലക്ഷ്യം. കേരളത്തിലെ ഏറ്റവും മികച്ച ഒരു നിര സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അതിന് ഇന്ന് നമ്മളെ സഹായിക്കുന്നതിനായിട്ട് എത്തിച്ചേർന്നിട്ടുള്ളത് സുരേഷ് സാറാണ്. അദ്ദേഹത്തെ കുറിച്ച് ഏറെ പറയാൻ എനിക്ക് അറിയില്ല. ഞാൻ അദ്ദേഹത്തിന്റെ വിവരങ്ങൾ തിരക്കിയിട്ടില്ല. അതുകൊണ്ട് എല്ലാവരോടുള്ള ഒരു ക്ഷമാപണം ഞാൻ അതിൽ പറയുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഡേവി സാർ അത് വിശദീകരിച്ചു നൽകുമെന്നും പ്രതീക്ഷിക്കുന്നു. ഔപചാരികമായി സംസ്ഥാന പ്രസിഡന്റ് ഡേവി സാറിന് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ഔപചാരികമായി സംസ്ഥാന ജനറൽ സെക്രട്ടറി ബാബുലയൻ സാറിന് സ്വാഗതം ആശംസിക്കുന്നു. സുരേഷ് സാറിന് പ്രത്യേകം ഈ സംഘടനയിലെ എല്ലാ അംഗങ്ങൾക്കും വേണ്ടി സ്വാഗതം ആശംസിക്കുന്നതോടൊപ്പം ഇതിൽ പങ്കെടുക്കുന്ന മുഴുവൻ അംഗങ്ങളെയും ഈ സെമിനാറിൽ പങ്കാളികളായി നോട്ട്സ് കുറിച്ചു വെച്ച് മികച്ച രീതിയിൽ അതിലെ പങ്കാളിത്തം ഉറപ്പുവരുത്തണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിക്കുന്നു. ഹലോ സാറേ, ഔദ്യോഗികമായിട്ട് അതിന്റെ ഒരു ഉദ്ഘാടനം ഡേവി സാറ് നിർവഹിക്കേണ്ടതാണ്. ഓക്കെ. ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തിട്ടുള്ള നമ്മുടെ കോളീസ് ആയിട്ടുള്ള സംഘടനാ ഭാരവാഹികൾ, സെക്രട്ടറി, മറ്റ് സലീഷ്, പിന്നെ നമ്മുടെ ഇന്ന് ക്ലാസ് എടുക്കാനായി ഇവിടെ ഹാജരായിട്ടുള്ള സുരേഷിനെ കുറിച്ച് എനിക്ക് കൂടുതലായിട്ട് ഒന്നും അറിയില്ല. ഞാൻ അതുകൊണ്ടാണ് സലേഷാണ് അതിനെ കുറിച്ച് ഡീറ്റെയിൽ കളക്ട് ചെയ്ത് പ്രസംഗത്തിൽ അത് പറയാമെന്ന് ഏറ്റിരുന്ന ആള്. അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നത് ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് സുരേഷ് സാർ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പലർക്കും ആളുടെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് അറിയുന്ന ആൾക്ക് പെട്ടെന്ന് എന്തോ കട്ടായി പോയതിന്റെ പേരിൽ ആ ഒരു സഹകരണം സാറിന്റെ ഭാഗത്ത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം, സംഘടനയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മള് എല്ലാ മേഖലകളിലും ഭംഗിയായിട്ട് 2, 3, 4 സെമിനാറുകളും നമ്മൾ നേരിട്ട് ഫിസിക്കലായിട്ട് നടത്തി നല്ല നിലയിൽ പോയിരുന്നതായിരുന്നെങ്കിലും ഈ കൊറോണ കാലഘട്ടം നമ്മളുടെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വലിയൊരു വിലങ്ങുതടിയായി വന്നിരിക്കുകയാണ്. ആ സാഹചര്യത്തിലാണ് നമുക്ക് ഈ സൂമിലൂടെ ഈ ഒരു ക്ലാസ് തുടങ്ങി വെക്കേണ്ടി വന്നത്. ഈ ഒരു ക്ലാസ് എന്നല്ല, ഇനി ഇവിടെ നിന്ന് ഈ വർഷത്തിൽ കുറച്ച് ക്ലാസ്സുകൾ നമ്മൾ ആ നിലയിൽ തുടരാൻ ആഗ്രഹിക്കുന്നുണ്ട്. പല മേഖലയിൽ നിന്നുള്ള പല ആവശ്യങ്ങളും ഒരുപാട് സംശയങ്ങളും നമ്മുടെ അംഗങ്ങൾക്കുണ്ട്. അപ്പൊ നമ്മുടെ സൂമിലുള്ള ആദ്യത്തെ ക്ലാസ് ആണ് ഇന്നത്തെ നമ്മുടെ IT സംബന്ധിച്ചുള്ള ഈ ക്ലാസ്. അപ്പൊ അതിൽ മാക്സിമം അംഗങ്ങളിൽ ഇപ്പൊ കുറെ പേരൊക്കെ വന്നിട്ടുണ്ട്. ഇനിയും പലരും വരാനുണ്ട്. നമ്മൾ ഏതാണ്ട് 300ഓളം അംഗങ്ങളുള്ള ഒരു സംഘടനയാണ്. പക്ഷെ ഈ IT മേഖലയിലേക്ക് നമ്മുടെ അംഗങ്ങളിൽ പലർക്കും സംശയങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 2, 3 ഫോണെങ്കിലും ഒരു ദിവസം എനിക്ക് വരാറുണ്ട് ഇതിനെ കുറിച്ചുള്ള സംശയങ്ങൾ ചോദിച്ചുകൊണ്ടും ഏതാണ് നല്ല സോഫ്റ്റ്വെയർ, എങ്ങനെയാണ് അതിന്റെ ഉപയോഗം എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള ഒരുപാട് ഡൗട്ട്സ് ചോദിച്ചുകൊണ്ടുള്ള ഫോണുകൾ വരാറുണ്ട്. അപ്പൊ അതിന്റെ വെളിച്ചത്തിലാണ് സലേഷ് ഈ പ്രൊപ്പോസൽ പറഞ്ഞ വഴിക്ക് തന്നെ നമ്മൾ അത് നടത്താൻ തീരുമാനിച്ചത്. കാരണം ഈ ക്ലാസ് കഴിയുമ്പോഴത്തേനും നമ്മുടെ അംഗങ്ങളിൽ കുറെ പേർക്കൊക്കെ 1-2 പുതിയ മെമ്പർമാരിന്ന് സംഘടന നിധി തുടങ്ങിയിട്ട് സോഫ്റ്റ്വെയർ എടുക്കാത്തവരുണ്ട്. അപ്പൊ അവര് പോലും ഇന്ന് 2-3 പേർക്ക് ഇതിൽ വരുന്നുണ്ട്. അപ്പൊ അവരൊക്കെ സോഫ്റ്റ്വെയറിനെ കുറിച്ച് ഒരു ബേസ്മെന്റ് പോലും അറിയാത്തവരാണ്. അപ്പൊ അവർക്കൊക്കെ പല കാര്യങ്ങളും അറിയാനുണ്ടാവും. അപ്പൊ അത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ നല്ലൊരു അറിവ് നമുക്ക് ഈ സെമിനാറിലൂടെ നൽകാൻ സാധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഇത്തരം സെമിനാറിലൂടെ നമ്മുടെ അംഗങ്ങളെ ബോധവൽക്കരിച്ചതിന്റെ ഫലമായിട്ട് നമുക്ക് ഒരുപാട്
നേട്ടങ്ങൾ നമ്മുടെ അംഗങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ NDH4 കേസിൽ നമുക്ക് 60 ദിവസം കറക്ഷൻ പീരീഡ് കിട്ടിയെന്ന് പറഞ്ഞു. അപ്പൊ അതുപോലെയൊക്കെ നമ്മൾ വർക്ക് ചെയ്തതിൻ്റെതായ ഫലമായിട്ട് നമുക്ക് പലതും നമ്മുടെ അംഗങ്ങളിലേക്ക് നേടി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്തൊക്കെയായാലും ഇത്തരം സെമിനാറുകൾ നമ്മുടെ സംഘടനയിലെ അംഗങ്ങൾക്ക് കൂടുതൽ പ്രവർത്തിക്കാനും നല്ല നിലയിൽ നിധി ഗൈഡ് ലൈൻസ് പൂർണ്ണമായി ഒബേ ചെയ്തുകൊണ്ട് പ്രവർത്തിക്കാനും ഈ സോഫ്റ്റ്വെയർ വളരെയധികം ഉപകാരപ്രദമായിരിക്കും. സോഫ്റ്റ്വെയർ ഇല്ലാതെ ഇന്നത്തെ കാലത്ത് ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. കാരണം എല്ലാതും കമ്പ്യൂട്ടറൈസ്ഡ് ലെവലിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ മേഖലയും. ഇനി ആ ഒരു ലെവലിലേക്ക് നമ്മൾ ഉയർന്നേ തീരും. അപ്പോ സോഫ്റ്റ്വെയർ ഇല്ലാതെ ഒരു സ്ഥാപനം നടത്താന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായി തുടങ്ങി. പണ്ടത്തെ പോലെയല്ല, ഇന്ന് സോഫ്റ്റ്വെയറുകൾ ഇഷ്ടംപോലെ ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് തിരഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ട് വരുന്നത്. കാരണം പല കമ്പനികളും, ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇന്ന് കാലത്ത് മാളെന്നൊരു സ്ഥാപനം വിളിച്ചിരുന്നു. അവര് കെയറിന്റെ സോഫ്റ്റ്വെയർ ആണ് എടുത്തിരുന്നത്. പക്ഷെ എന്തുണ്ടായിട്ടുണ്ടെങ്കിൽ ആ സോഫ്റ്റ്വെയറിന് വിചാരിച്ച പോലെ സർവീസ് കിട്ടുന്നില്ല എന്നുള്ളതാണ് പുള്ളിയുടെ പരാതി. അപ്പൊ അത്തരം ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ അംഗങ്ങളുടെ ഇടയിലുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങൾക്കൊക്കെ ഒരു ശാശ്വത പരിഹാരം നമുക്ക് ഈ ഒരു ക്ലാസ് കഴിയുമ്പോൾ നമുക്ക് ആരെ തെരഞ്ഞെടുക്കണമെന്നും തെരഞ്ഞെടുക്കുന്നവരിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് പുള്ളി വ്യക്തമായിട്ടുള്ള ഒരു പിക്ചർ നമുക്ക് തരും. അതിന്റെ വെളിച്ചത്തിൽ നമുക്ക് തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് പോകാം. എന്തായാലും ഞാൻ അധികം സംസാരിച്ച് നേരം കളയുന്നില്ല. കാരണം നമ്മൾ ഓൾറെഡി 8:26 ആയി. ഏതാണ്ട് അരമണിക്കൂറോളം നമ്മുടെ ഇപ്പൊ നഷ്ടപ്പെട്ട് കഴിഞ്ഞു. ഇനി സമയം അധികം കളയാതെ ഔദ്യോഗികമായിട്ട് ഞാൻ ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. ഇവിടെ കൂടിയിരിക്കുന്ന അടുത്തതായിട്ട് നമ്മുടെ സെക്രട്ടറി 2 വാക്ക് കൂടി പറയാം. അപ്പൊ അതിനുവേണ്ടി ബാബുലയൻ സാറിനെ ക്ഷണിച്ചോളൂ. ശരി ശരി, ഓക്കെ. ബാബുലയൻ സാർ അൺമ്യൂട്ട് ചെയ്തിട്ടില്ല, മ്യൂട്ടാണ്. അൺമ്യൂട്ട് ചെയ്യണം. അതൊന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാൻ പറ. സാറ് അൺമ്യൂട്ട് ചെയ്യേ. രണ്ടും മ്യൂട്ടിൽ നിൽക്കണേ. ആളുടെ വീഡിയോയും സൗണ്ടും രണ്ടും അൺമ്യൂട്ട് ചെയ്യണം. മൈക്ക് ഓൺ ചെയ്യാൻ പറ. അവിടെ അൺമ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇനി പറഞ്ഞോളൂ. കേട്ടു തുടങ്ങി പറഞ്ഞോളൂ. ബഹുമാനപ്പെട്ട പ്രസിഡന്റ്, മറ്റേ ഇന്ത്യൻ കമ്പനി അസോസിയേഷന്റെ സ്റ്റേറ്റ് ഭാരവാഹികൾ, സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പേഴ്സ്, ബഹുമാനപ്പെട്ട മെമ്പേഴ്സ്, നമുക്ക് മിസ്റ്റർ സുരേഷ്, നമ്മുടെ IT ഫാക്കൽറ്റി സുരേഷ് അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ സോഫ്റ്റ്വെയർ ഇല്ലാതെ ഇന്ന് ഒരു ബിസിനസ് നടക്കില്ല. ഒരു ബിസിനസ്സും ഇന്നത്തെ കാലത്ത് സോഫ്റ്റ്വെയർ ഇല്ലാതെ നടക്കാൻ പറ്റില്ല. അത് മാത്രമല്ല, സോഫ്റ്റ്വെയർ ഷുഡ് ബി റിലയബിൾ ആൾസോ. അത് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ്വെയർ ആയിരിക്കും. ഇപ്പം ഈ സോഫ്റ്റ്വെയർ പല കമ്പനീസും ഇതുണ്ട്, ബട്ട് മെനി ഓഫ് ദം ആർ നോട്ട് അപ് ടു ദ മാർക്ക്. ഇപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് നിധി കമ്പനീസ് നിധി സോഫ്റ്റ്വെയറിൽ എൻഗേജ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ കമ്പനീസ് ഉണ്ട്. ഇന്ന് എന്തെങ്കിലും നമുക്ക് ഈ കമ്പനി മാനേജ്മെന്റിൽ ചില ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ ഓൺലൈനായിട്ട് കിട്ടണമെങ്കിൽ MIS, വെരി ഇമ്പോർട്ടൻറ്റ് ഈസ് MIS. അതൊക്കെ ഇത് ഈ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള റിലയബിൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിലേ നമുക്ക് കിട്ടുള്ളൂ. ഒരു ഉദാഹരണത്തിന്, ഞാൻ ഈ മണപ്പുറം ഫിനാൻസിലാണ് വർക്ക് ചെയ്യുന്നത്, ചീഫ് ചെയർമാനായാണ്. അവിടെ IBMന്റെ ഒരു 150 സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ആർ വർക്കിംഗ്. The result is the quarterly results are ready by the first week of the next, month following the quarter, and every important information is handy and reliable. That is a very large size operation. But നമ്മുടെ സ്മോൾ കമ്പനിക്കും വളരെ ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ, അതിൻ്റെ ഇമ്പോർട്ടൻസ് മിസ്റ്റർ സുരേഷ് നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഞാനത് കുറേ അനുഭവിച്ചിട്ടാണ്, അതുകൊണ്ടാണ് ഞാൻ പറയണത്. എല്ലാ കമ്പനീസും റിലയബിൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ വിച്ച് ഗീവ്സ് യു സഫിഷ്യന്റ് റിലയബിലിറ്റി, ആ സോഫ്റ്റ്വെയർ മാത്രമേ എൻഗേജ് ചെയ്യാൻ പറ്റുള്ളൂ. വിത്ത് ദീസ് ഫ്യൂ വേർഡ്സ് ഐ ഇൻവൈറ്റ് Mr. Suresh, our faculty member, to start the discussion. Thank you. Thank you.
ആദ്യം ഇത്രയും വലിയൊരു ഓഡിയൻസിന്റെ മുന്നിൽ അത് ഇത്രയും എല്ലാവരും ബിസിനസ്സുകാർ ഡയറക്റ്റ് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ മുന്നിൽ എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതിന് താങ്ക് യു. എന്നെ പറ്റിയത് എന്റെ വോയിസ് ക്ലിയർ ആണല്ലോ അല്ലേ? ക്ലിയർ ആണ്, പറഞ്ഞോളൂ. ഓക്കെ, ഞാൻ എൻ്റെ ഒരു ജസ്റ്റ് ഒരു ബ്രീഫിംഗ് പറയുകയാണെങ്കിൽ, ഞാൻ IT മേഖലയിൽ 22 വർഷമായി. അതിൽ മേജർ സമയം ഞാൻ വർക്ക് ചെയ്യാൻ പറ്റിയിരിക്കുന്നത് എനിക്ക് ഫിനാൻസ് ഇൻഡസ്ട്രിയിലാണ്. ഞാൻ മുത്തൂറ്റ് ഗ്രൂപ്പിന്റെ IT ഹെഡ് ആയിരുന്നു. മുത്തൂറ്റ് പാപ്പച്ചൻ ഗ്രൂപ്പിന്റെ ഒരു IT ഹെഡ് ആയിരുന്നു. ദെൻ ഞാൻ മരക്കാറ്, അതേപോലെ SAPയിൽ വർക്ക് ചെയ്തു. ചെമ്മണ്ണൂർ ക്രെഡിറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്, ചെമ്മണ്ണൂരിന്റെ നിധി ചിട്ടി ആ ഡിവിഷനിൽ കുറച്ചു കാലം അവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാനൊരു 3 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് IT മേഖലയിൽ. ഇപ്പോൾ നിങ്ങളെപ്പോലുള്ള ബിസിനസ്സുകാർ ആൾക്കാർക്കൊക്കെ ഒരു ഫുൾ ടൈം ഒരു IT ഹെഡിനെ പൊസിഷൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആവശ്യമില്ല, അത് പ്രാക്ടിക്കലും അല്ല. പലപ്പോഴും ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു IT ഹെഡിനെ പൊസിഷൻ ചെയ്യാന്ന്. ഇപ്പൊ ഇവിടുത്തെ നേരത്തെ സാറ് പറഞ്ഞു, ഇവിടെ ബാഹുലൻ സാറ് പറഞ്ഞു, സാറ് വർക്ക് ചെയ്ത കമ്പനിയിലൊക്കെ 150ഓളം IT പ്രൊഫഷണൽസും അത് നോക്കാൻ ഒരു ചീഫ് ഇൻഫർമേഷൻ ഓഫീസറും DGM ഒക്കെ ഉള്ള ഒരു വലിയൊരു IT സ്ട്രക്ചർ പല ബിഗ് ഓർഗനൈസേഷനുകളുണ്ട്. പക്ഷെ നമ്മുടെ ഒരു SME ലെവലിൽ ഒരു തുടക്കക്കാർ, സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ ഇതുപോലുള്ള നമ്മുടെ പോലുള്ള ബിസിനസ് സ്ഥാപനങ്ങളിൽ ഒരു ഫുൾ ടൈം എൻഗേജഡ് ആയിട്ടുള്ള ഒരു CTO-എന്നോ CIO, ചീഫ് ഇൻഫർമേഷൻ ഓഫീസർ, IT ഹെഡ്, ഇങ്ങനത്തെ പൊസിഷനുകളൊന്നും പ്രാക്ടിക്കൽ അല്ല. അപ്പോൾ നമുക്ക് IT-യുടെ ആവശ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയറിന്റെ ആവശ്യം, ഇൻഫ്രാസ്ട്രക്ചർ, ക്ലൗഡ്, വെബ്സൈറ്റ്, ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ഇതിനൊക്കെ നമ്മളൊന്നെങ്കിലും നമ്മുടെ കയ്യിലുള്ള അറിവോ അല്ലെങ്കിൽ നമ്മളെ അപ്രോച്ച് ചെയ്യുന്ന വെണ്ടർ പറയുന്ന കാര്യം വെച്ചിട്ടായിരിക്കും നമ്മൾ പ്രൊസീഡ് ചെയ്യുന്നുണ്ടാവുക. അത് ചെയ്യുമ്പോൾ പലതും നമ്മൾ ചില അബദ്ധങ്ങളിൽ ചെന്നുപെട്ട് പിന്നീടാണ് അത് തിരിച്ചറിഞ്ഞ് പിന്നെ അവിടെ നിന്ന് മാറ്റി വേറെ ആളിലേക്ക് പോയി. ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ ആലോചിച്ചൊരു കാര്യം, എനിക്ക് 20 വർഷം കൊണ്ട് പല ഇൻഡസ്ട്രിയിലും വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചത്, എനിക്ക് കിട്ടിയ ഒരു അറിവ് ബാക്കിയുള്ള എല്ലാ ആളുകൾക്കും കോമൺ ആയിട്ട് കിട്ടാവുന്ന രീതിയിൽ എങ്ങനെ ഒരു IT അഡ്വൈസറി സ്ഥാപനം തുടങ്ങാം, ഒരു അഡ്വൈസറി കൺസൾട്ടിങ് കമ്പനി തുടങ്ങാം എന്നുള്ളൊരു തോട്ടന്നാണ് ഞാനൊരു 3 വർഷം മുന്നേ ഒരു ജോലി ചെയ്യുന്നിരുന്ന സ്ഥലത്തുനിന്ന് ചീഫ് ഇൻഫർമേഷൻ ഓഫീസർ എന്നുള്ള പ്രൊഫൈൽ വർക്ക് ചെയ്യുമ്പോൾ അതൊന്ന് റിസൈൻ ചെയ്തിട്ട് ഞാൻ സ്വന്തമായിട്ടുള്ള ഒരു അഡ്വൈസറി സ്ഥാപനം തുടങ്ങി. അപ്പൊ ഇതിൽ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കേണ്ടത്, എൻ്റെ കയ്യിൽ സോഫ്റ്റ്വെയർ ഇല്ല വിൽക്കാൻ, ഹാർഡ്വെയർ ഇല്ല, ഞാനൊരു സാധനം സെയിൽസ് ചെയ്യുന്നില്ല, ഞാനൊരു സോഫ്റ്റ്വെയർ വെക്കുന്നില്ല, ഒരു പ്രൊഡക്റ്റിന്റെയും ഡീലർഷിപ്പ് ആണ്, അല്ലെങ്കിൽ നമുക്ക് അസോസിയേറ്റഡ് ഒന്നുമില്ല. ഞാനൊരു ഇൻഡിപെൻഡന്റ് IT അഡ്വൈസർ ആണ്. അതായത് ഒരു സ്ഥാപനം എൻ്റെ IT സിസ്റ്റം എങ്ങനെ ആയിരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിന്റെ IT സിസ്റ്റത്തിനെ പറ്റി പഠിച്ചിട്ട് നിങ്ങളുടെ ഇതിൽ ഇന്ന റിസ്കുകളുണ്ട്, നിങ്ങൾ എടുക്കേണ്ട തീരുമാനങ്ങൾ ഇങ്ങനെയാണ്, നിങ്ങളൊരു IT മാനേജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഒരു അഡ്വൈസ് കൊടുക്കുക എന്നുള്ളൊരു പ്രൊഫൈലാണ് എൻ്റെ. ഞാൻ തുടങ്ങിയത്, ഞാനും ഒരു 2 സ്റ്റാഫിനെ വെച്ച് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോ 18 സ്റ്റാഫ് ഉണ്ട്. എനിക്ക് കൊച്ചിയിലും തൃശ്ശൂരും കോഴിക്കോടാണ് ഓപ്പറേഷൻ ഉള്ളത്. കേരളത്തിലെ ലീഡിംഗ് ആയിട്ടുള്ള ഒട്ടുമിക്കവാറും ഫിനാൻസ് സ്ഥാപനങ്ങളും നോൺ ഫിനാൻസ് സ്ഥാപനങ്ങളായിട്ടൊരു 60ഓളം സ്ഥാപനങ്ങളുടെ IT അഡ്വൈസറാണ്. കേരളത്തിന്റെ പുറത്ത് നോക്കിയാൽ ഗുജറാത്ത്, ഡൽഹി, ബോംബെയിലും, ഇന്ത്യയുടെ പുറത്ത് നോക്കിയാൽ കെനിയ, ദുബായ്, ഓസ്ട്രേലിയയിലൊക്കെ. ഇതൊക്കെ ഒരു 2 വർഷത്തിനുള്ളിൽ എനിക്ക് ചെയ്യാൻ പറ്റിയതാണ്. അത് ചെയ്യാൻ പറ്റിയതിന്റെ കാരണം നമ്മൾ പ്രൊഡക്റ്റ് സെല്ലിംഗ് അല്ല, നമ്മളൊരു IT ഓഡിറ്റർ കം കൺസൾട്ടന്റ് ആണ്. ഇപ്പൊ നിങ്ങളൊക്കെ അക്കൗണ്ട്സ് ബന്ധപ്പെട്ട കാര്യം വരുമ്പോൾ ഉടനെ പറയും നമുക്ക് ഓഡിറ്ററെ അടുത്ത് ചോദിക്കാം, ഓഡിറ്ററുടെ ഒരു കൺഫർമേഷൻ എടുത്തിട്ട് നമുക്ക് ചെയ്യാന്ന് പറയും. ഇതുപോലെ IT-യിൽ നമുക്ക് അങ്ങനെ ഒരു അഡ്വൈസ് ചോദിക്കാൻ, ഒരു സജഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള സ്ഥാപനങ്ങളായിട്ട് പൊതുവെ കണ്ടിട്ടില്ല. ആ ഒരു സംവിധാനത്തിലാണ് ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് എൻ്റെ ഒരു പ്രൊഫൈല്. ഇനി നമുക്ക് നമ്മുടെ ഉദ്ദേശിച്ച കാര്യങ്ങളിലേക്കൊന്ന് പോവാം. ഓക്കെ, ഇപ്പൊ ഞാൻ എൻ്റെ ഒരു സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം, എന്നിട്ട് നമുക്ക് കൂടുതൽ ഒരു ഇന്ററാക്റ്റീവ് രീതിയാക്കാം. എനിക്ക് ഒരു കാര്യം കൂടി പറയുകയാണെങ്കിൽ, എനിക്ക് ടോട്ടൽ എത്ര സമയമാണ് ഉള്ളതെന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഒന്ന് പ്ലാൻ ചെയ്തിട്ട് സംസാരിക്കായിരുന്നു. എത്ര ടൈം ഉണ്ടാവും? ഓൾറെഡി 8:30 ആയി. ഒരു 9:30 വരെ പൊക്കോട്ടെ. ശാന്തി, ഒന്ന് ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്യാവോ? മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കാൻ തോന്നുന്നു. ഓക്കെ, ഞാൻ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ചാറ്റിലോ മറ്റൊന്ന് ടൈപ്പ് ചെയ്താലും മതി ആരെങ്കിലും, ഏത് സമയം വരെ. സാർ ഒരു 9:15 മുക്കാൽ മണിക്കൂർ പോരെ?
ശരി, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ചിലപ്പോ മതി, ആവശ്യമാണെങ്കിൽ ശരി 9:15. 9:15 മാക്സിമം 9:30 തീരണം. ഓക്കെ ഓക്കെ സുരേഷിലെ പറഞ്ഞു ചോറിന് ശരി ശരി ശരി. അപ്പൊ അത് അറിയാൻ വേണ്ടിട്ടാ, കാരണം ഇപ്പൊ നമുക്ക് ഒരു അരമണിക്കൂർ പോയതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. അപ്പൊ ഞാൻ എന്റെ പ്രസന്റേഷൻ ഒന്ന് ഷെയർ ചെയ്തോണ്ട് നമുക്ക് സംസാരിച്ചു തുടങ്ങാം. സ്ക്രീൻ ഷെയറിങ് വരുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി, വന്നു കാണുമായിരിക്കും അല്ലെ? അപ്പൊ നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന ഒരു ടോപ്പിക് ഹൗ ടു ഹാൻഡിൽ ഇൻഫർമേഷൻ ടെക്നോളജി, IT ബന്ധപ്പെട്ട ഓപ്പറേഷൻസ് ഒരു നിധി കമ്പനിയിൽ എങ്ങനെ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് നമ്മുടെ ഒരു ടോപ്പിക് എടുത്തിരിക്കുന്നത്. അപ്പോ അതിലേക്ക് വരുമ്പോ ഇപ്പൊ നമ്മൾ ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ നമുക്ക് എക്യുപ്ഡ് ആയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ ട്രാവൽ കുറെ ഒഴിവാക്കി, നമ്മൾ വീഡിയോ കോൺഫറൻസ് ഉപയോഗിച്ച് തുടങ്ങി, ട്രഡീഷണൽ അഡ്വർടൈസ്മെന്റുകളൊക്കെ നമ്മൾ മാറി ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് വാട്സാപ്പും ഫേസ്ബുക്കിലൊക്കെ നമ്മൾ അഡ്വർടൈസ്മെന്റ് ചെയ്തു തുടങ്ങി. ചില സ്റ്റാഫുകളൊക്കെ വേണമെങ്കിൽ വീട്ടിലിരുത്തി വർക്ക് ചെയ്യിക്കാം, നമുക്ക് എന്തെങ്കിലും വാങ്ങണമെങ്കിൽ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാം, എന്തെങ്കിലും കൺസൾട്ടേഷൻ വേണമെങ്കിൽ ഓൺലൈനിൽ ചെയ്യാം. കുട്ടികളെല്ലാം ഓൺലൈനിൽ ക്ലാസ്സുകൾ പഠിച്ചു തുടങ്ങി, ഓൺലൈനിൽ പടം റിലീസ് ചെയ്യണു. ചിലപ്പോൾ നമ്മൾ വീട്ടിൽ ഉള്ള പിള്ളേരൊക്കെ നോക്കിയാൽ കാണാം ഡാൻസോ അല്ലെങ്കിൽ ഈവൻ യോഗ, മ്യൂസിക് ഇതൊക്കെ ഓൺലൈനിൽ ചെയ്യണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു കോവിഡ് സിറ്റുവേഷനിൽ നമ്മളൊരു ടെക്നോളജി അഡോപ്ഷൻ, ഒരു ഡിജിറ്റൽ ട്രാൻസ്ഫർമേഷൻ നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് എല്ലായിടത്തിലും, ഈവൻ നമ്മുടെ ഇന്നത്തെ ഈ ഡിസ്കഷൻ പോലും അതിന്റെ ഒരു ഇതാണ്. കാരണം ഇത്രയും ആളുകൾ നമ്മൾ വേറൊരു സാഹചര്യത്തിലാണെങ്കിൽ നമ്മളെല്ലാവരും ഒരു കുടക്കീഴിൽ ഒരു സ്ഥലത്ത് വന്ന് നമ്മളിരുന്ന് ചെയ്യുള്ളൂ. പക്ഷെ അത് നമ്മളൊരു ടെക്നോളജി അഡോപ്ഷന്റെ ഭാഗമായിട്ട് ഒരുപാട് പെട്ടെന്നൊരു ചേഞ്ച് നമ്മളെല്ലാവരും അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു ഇൻഫർമേഷന് പറഞ്ഞതാണ്. ഇനിയിപ്പോ നമ്മുടെ IT സൈഡിലേക്ക് വരികയാണെങ്കിൽ ഒരു മീഡിയം, സ്മോൾ, മീഡിയം, ലാർജ് ഏതൊരു സെഗ്മെന്റ് ആണെങ്കിലും അതിന്റെയൊക്കെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്, അതിന്റെ ഒരു IT എന്ന് പറയുന്നതാണ് അതിന്റെ ഒരു മെയിൻ, പിന്നെ അതിന്റെ നട്ടല് എന്ന് പറയുന്നത് IT തന്നെ. ഇതിൽ നമുക്ക് വേണ്ടത് ഈ IT സിസ്റ്റത്തിനെ പറ്റിയിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള നമുക്കുള്ള ഒരു അറിവ്, അതിനൊപ്പം തന്നെ ഈ IT സെക്ഷൻ എങ്ങനെ മാനേജ് ചെയ്യാം, അതിന്റെ ഒരു IT മാനേജ്മെന്റ് എങ്ങനെ ചെയ്യണം, പിന്നെ നമുക്ക് നമ്മുടെ ഒരു വെൻഡറോ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റോ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കണം ആ ഒരു സെലക്ഷൻ പ്രോസസ്സ് നടക്കേണ്ടത്, അതേപോലെ നമ്മുടെ കോസ്റ്റ് എങ്ങനെ നമുക്ക് ഒരു കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ടെക്നോളജി എങ്ങനെ കൊണ്ടുവരാം. ഇത്രയും കൺസേൺ ആണ് എപ്പോഴും നമ്മളൊരു IT കാര്യത്തിനെ പറ്റി ചിന്തിക്കുമ്പോൾ ഒരു ബിസിനസ് ഓണർക്ക് എപ്പോഴും വരുന്ന ഒരു കാര്യം ഇത്രയും ഏരിയയാണ് ഒരു കൺസേൺ നമുക്കുണ്ടാവും. നോളജ് ഉണ്ടായിരിക്കണം, IT എങ്ങനെ മാനേജ് ചെയ്യണം, നമുക്കൊരു പ്രോപ്പർ വെൻഡറി പ്രൊഡക്റ്റ് എങ്ങനെ എടുക്കാം, പ്ലസ് നമുക്ക് ഇതിന്റെ ഒരു കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ഒരു കോസ്റ്റ് കൺട്രോളിങ് എങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ളത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ നോളജ് എന്നുള്ള സബ്ജക്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോ ഒരു ബിസിനസ് ഓണർക്ക്, കാരണം ഇപ്പൊ നിങ്ങളെല്ലാവരും പല ബിസിനസ്സിൽ, ചിലപ്പോൾ നിധിയുടെ മാത്രമല്ല പല ബിസിനസ്സുകളിൽ ഇൻവോൾവ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും. അപ്പോൾ ഒരു ബിസിനസ് ഓണറെ സംബന്ധിച്ചിടത്തോളം ഒരു ഓവറോൾ ഐഡിയ നമ്മുടെ IT സിസ്റ്റത്തിനെ പറ്റി, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ അക്കൗണ്ട്സ് ആയിക്കോട്ടെ, HR ആയിക്കോട്ടെ, ഏത് കാര്യത്തിലും നിങ്ങൾക്ക് ഒരു ഗ്രാഹ്യം ഉണ്ടാവും, എന്താ അതിൻ്റെ ഉള്ളിൽ നടക്കണേ, എങ്ങനെയാ ചെയ്യുന്നത്. പക്ഷെ പലപ്പോഴും നമ്മൾ IT സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിന് ടെക്നോളജിയെ പറ്റി ഒന്നും അറിയേണ്ട കാര്യമില്ല, ടെക്നോളജിയോ സിസ്റ്റം കാണേണ്ട കാര്യം പോലും ഇല്ല. അതല്ലാതെ തന്നെ പുറത്തു നിന്നുകൊണ്ട് ടെക്നോളജിയിൽ എന്തൊക്കെ പോസിബിൾ ആണ്, ടെക്നോളജിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും, എവിടെയാണ് ടെക്നോളജി കൊണ്ടുവന്ന് പൊസിഷൻ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ജനറൽ ഗ്രാഹ്യം ആ ബിസിനസ് ഓണർക്ക് അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ ഓണർക്ക് ഉണ്ടാവുക. അവിടെയുള്ള എംപ്ലോയീസ് നമ്മൾ എന്ത് സിസ്റ്റം കൊണ്ടുവന്ന് ഇംപ്ലിമെന്റ് ചെയ്താലും അത് ചെയ്യാൻ കേപ്പബിൾ ആണോ അല്ലയോ എന്നുള്ളൊരു ഇവാലുവേഷൻ. ഇല്ലാതെ എത്ര ഹൈടെക് സിസ്റ്റംസ് കൊണ്ടുവന്ന് വെച്ചിട്ടും പലപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്, ടെക്നോളജി കൊണ്ടുവന്ന് വെക്കും, പക്ഷെ നമ്മുടെ യൂസേഴ്സ് അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നില്ലെങ്കിൽ നമുക്ക് അതിന് റിസൾട്ട് ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ എംപ്ലോയീസ് എന്ന് പറയുന്ന ആൾക്കാർക്ക് ആ സിസ്റ്റം ഒക്കെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടോ എന്നുള്ളതും, കൂടാതെ പലപ്പോഴും നമ്മൾ കാണാറ്, ഇപ്പൊ ഞാനവിടെ IT മാനേജർ എന്ന് പറഞ്ഞു, ചെറിയ സ്ഥാപനങ്ങളിലൊന്നും അങ്ങനെ ഒരു IT മാനേജർ ഉണ്ടാവില്ല. അല്ലെങ്കിൽ അവിടെ ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരാള് IT പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാൻ, ഇപ്പൊ നമ്മൾ അക്കൗണ്ട്സ്, HR ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ITക്ക് റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്തിട്ടുള്ള ഒരാള് സ്ഥാപനത്തിന്റെ ഉള്ളിൽ നിർബന്ധമായിട്ട് ഉണ്ടാവും. ആളുടെ പണിയാണ് അവിടെയുള്ള IT സിസ്റ്റം അത് മെയിൻറ്റെയിൻ ചെയ്യണം. അതിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഒരു സോഫ്റ്റ്വെയർ കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ടുണ്ടോ, അതിന്റെ ഉള്ളിലുള്ള സാധനങ്ങൾ മുഴുവൻ ഉപയോഗിക്കുന്നുണ്ടോ, എല്ലാ ആൾക്കാർക്കും അതിന്റെ അറിവുണ്ടോ,
ഇനി അതിലെന്തെല്ലാം പുതിയ കാര്യങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ പണി എളുപ്പമാക്കാൻ പറ്റും. ഇങ്ങനത്തെ കാര്യങ്ങളെ പറ്റി ഉത്തരവാദിത്തം കൊടുക്കാൻ ഒരാൾക്ക് ഒരു ഐ.ടിനെ പറ്റിയുള്ള ഒരു ഗ്രാഹ്യം നമ്മുടെ സ്ഥാപനത്തിന്റെ ഉള്ളിൽ ഉണ്ടാവണം. ഇനി ഇവിടെ നമ്മൾ നോക്കിയ ഞാൻ നമ്മുടെ കോർ കാര്യത്തിലേക്ക് വരികയാണ്. നമ്മുടെ ഒരു ഹൗ ടു ചൂസ് എ ബെസ്റ്റ് സോഫ്റ്റ്വെയർ ഫോർ അവർ ബിസിനസ്. ഇപ്പൊ നേരത്തെ നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ വന്ന പോയിന്റുകളൊക്കെ സോഫ്റ്റ്വെയറിനെ പറ്റിയിട്ടായിരുന്നു. ഏറ്റവും കൂടുതൽ എല്ലാ ആൾക്കാരും സ്ട്രഗിൾ ചെയ്യുന്നതും എടുത്ത സോഫ്റ്റ്വെയറിൽ നമ്മൾ വാങ്ങിച്ചപ്പോൾ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇത് വന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആവുന്നു. പക്ഷെ ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പലപ്പോഴും നമ്മുടെ ആവശ്യങ്ങൾക്ക് പറ്റുന്ന രീതിയിലല്ല സോഫ്റ്റ്വെയറിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, കണക്കുകൾ തെറ്റാണ് എന്നുള്ള ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും ഫേസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ സെലക്ട് ചെയ്യുന്നിടത്ത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, IT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കോസ്റ്റ് ഇൻവോൾവ് ചെയ്യുന്ന ഭാഗം തന്നെയാണ്. അതൊരു കോസ്റ്റ്ലി അഫെയർ ഉണ്ട്. നമ്മളത് സാധനം ടച്ച് ചെയ്യാൻ പോയാൽ അതിനൊരു കോസ്റ്റ് ഉണ്ട്. നമുക്ക് അവിടെ ഈ കോസ്റ്റ് കൊടുത്തിട്ട് എൻ്റെ ആവശ്യത്തിന് ഏത് സോഫ്റ്റ്വെയർ ആണ് വേണ്ടതെന്നും അത് വാങ്ങിക്കണമെങ്കിൽ അതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കണം, അത് എങ്ങനത്തെ ഒരു കമ്പനി വേണം എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യുന്നിടത്ത്, അതായത് നമ്മൾ ആ തീരുമാനം എടുക്കുന്നിടത്ത് അവിടെയാണ് പലപ്പോഴും അവിടെ നമുക്ക് പലപ്പോഴും തെറ്റിപ്പോണത് ഏത് സിസ്റ്റം ആണ് നമുക്ക് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഒന്ന് കട്ടായി പോയി. ഓക്കെ, കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഹലോ, ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു വന്ന പോയിന്റ് ഇൻഡസ്ട്രി എക്സ്പീരിയൻസ്. നമുക്ക് നമ്മൾ എടുക്കുന്ന നമ്മുടെ ആ ഫീൽഡിലേക്കുള്ള സോഫ്റ്റ്വെയറിൽ അവർക്ക് ഇൻഡസ്ട്രിയിൽ എത്ര കാലത്തെ എക്സ്പീരിയൻസ് ഓക്കെ, ഹലോ കേൾക്കുന്നുണ്ടല്ലോ? ഓക്കെ, അപ്പോ മേജർ ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് എത്രയുണ്ട്, അവരുടെ മേജർ കസ്റ്റമേഴ്സ്, ഈ സോഫ്റ്റ്വെയറിലുള്ള മേജർ കസ്റ്റമേഴ്സ് ആരൊക്കെയാണ്, പിന്നെ അതേപോലെ അവരുടെ ഈ കമ്പനിയിൽ എത്ര പേര് ഈ ഒരു ഡൊമൈനിൽ എക്സ്പീരിയൻസ്. ഇപ്പൊ ചില ആളുകൾ വന്ന് പറയാറുണ്ട് ഒരുപാട് സോഫ്റ്റ്വെയറുകൾ ഇപ്പോൾ ഫിനാൻസ് പ്രൊഡക്റ്റുകൾ ചെയ്യും, അവർ തന്നെ ഇൻവെന്ററി ചെയ്യും, മാനുഫാക്ചറിങ് ചെയ്യും. അങ്ങനെയല്ലാതെ നമ്മുടെ ഇൻഡസ്ട്രി സ്പെസിഫിക് ആയിട്ടുള്ള പ്രൊഡക്റ്റ് മാത്രമാണ് അവർ ചെയ്യുന്നത്. അവരുടെ കമ്പനിയുടെ ഒരു ടീം സ്ട്രെങ്ത് എത്ര പേരുള്ള ഒരു കമ്പനിയാണ്, എത്ര കാലമായി അവർ ഇൻഡസ്ട്രിയിൽ നിൽക്കണു, ഇതുപോലെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ നമുക്കൊരു വെണ്ടറെ സെലക്ട് ചെയ്യുമ്പോൾ പലപ്പോഴും അവരൊരു പ്രൊഡക്റ്റ് കാണിച്ചു തരും, നമ്മൾ ആ പ്രൊഡക്റ്റിന്റെ ഡെമോൺസ്ട്രേഷൻ കാണും, അത് നേരെ എടുക്കും. അതിന് പകരം ആ സോഫ്റ്റ്വെയർ നമ്മുടെ അവിടെ ഇങ്ങനെ ഒരു ട്രയൽ വേർഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട്
ആ ട്രയൽ വേർഷൻ നമുക്ക് ഒരു മാസത്തെ അല്ലെങ്കിൽ ഒരാഴ്ചത്തെ ഡാറ്റാസ് ഒന്ന് എൻട്രി ചെയ്ത് നോക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ടെസ്റ്റിങ്ങും കഴിഞ്ഞ് നമ്മളിപ്പോൾ പല സാധനങ്ങളും ഉണ്ടല്ലോ. കാരണം ഒരു സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഇടയ്ക്കെടുത്ത് മാറ്റി പെട്ടെന്ന് വേറൊന്നിലേക്ക് പോകാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറിന്റെ ഒരു ടെസ്റ്റിങ്, അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കിപ്പോൾ ഒരു P&L ബാലൻസ് ഷീറ്റ് വരെ ഒന്നും പോകാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് ബേസിക് ആയിട്ട് വേണ്ട കാര്യങ്ങളെല്ലാം ഒരു സോഫ്റ്റ്വെയറിൽ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന സോഫ്റ്റ്വെയറിൽ ഇൻക്ലൂഡഡ് ആണോ എന്നുള്ളത് ഒരു ടെസ്റ്റിംഗ് കൂടി ചെയ്ത് കഴിഞ്ഞെടുക്കുകയും അതിനൊപ്പം നമ്മുടെ കമ്പനിയുടെ ഉള്ളിൽ ഇൻവോൾവ് ചെയ്യുന്ന പ്രത്യേകിച്ച് നമ്മുടെ അക്കൗണ്ട്സ് നോക്കണ ആൾക്കാർ, നമ്മുടെ വേറെ പർച്ചേസോ അല്ലെങ്കിൽ നമ്മുടെ ലോണിന്റെ കാര്യങ്ങൾ, ഇൻട്രസ്റ്റിന്റെ കാര്യങ്ങൾ, ഇതെല്ലാതും തന്നെ ഒന്ന് വെരിഫൈ ചെയ്തിട്ട് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ്, ഇപ്പൊ നമ്മുടെ അവിടെ അങ്ങനെ ഇപ്പോൾ 5 പേരുള്ള ഒരു പിന്നെ ഡിവിഷൻ ആണെന്നാണെങ്കിൽ അതാത് ആളുകൾ ചെയ്യേണ്ട കാര്യങ്ങൾ അവരുടെ കയ്യിൽ നിന്നും കൂടി ഈ സോഫ്റ്റ്വെയർ ഒന്ന് ചെക്ക് ചെയ്ത് ഇത് നമ്മുടെ ആവശ്യങ്ങൾ നടക്കുന്നതാണ്, ഇതിലൂടെ അത് കൊള്ളാം എന്ന് പറഞ്ഞ് അവരുടെ കൂടെ ഇൻവോൾവ്മെന്റോട് കൂടി സോഫ്റ്റ്വെയർ എടുക്കുകയും അത് കഴിഞ്ഞിട്ട് അതിൽ ഒരാൾക്ക് ഈ സോഫ്റ്റ്വെയറിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി, കാരണം എൻ്റെ ഒരു പരിചയത്തിൽ പല സോഫ്റ്റ്വെയർ ഇംപ്ലിമെന്റേഷനിലും ഫെയിലുകളായിട്ടുള്ളത് മുഴുവനായിട്ടും സോഫ്റ്റ്വെയർ വെണ്ടറുടെ കുഴപ്പം കൊണ്ട് അല്ല. പലതും പല സോഫ്റ്റ്വെയർ ഇംപ്ലിമെന്റേഷനും ഫെയിൽ ആവുന്ന ഏത് സ്ഥാപനമാണോ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്ന ആളുകൾ അവരിതിനെ പ്രോപ്പറായിട്ട് എന്താ പറയുക ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഇനിഷ്യേറ്റീവ്സ്, അതായത് അത് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ അതിന് കുറച്ച് എഫേർട്ട് ഉണ്ട്. അതിന്റെ കൂടെ അതിരുന്ന് പഠിച്ച് മനസ്സിലാക്കി അതിലേക്ക് വേണ്ട ഇൻപുട്ടുകളെല്ലാം ചെയ്താൽ മാത്രമേ സോഫ്റ്റ്വെയർ അതുപോലെ റെസ്പോണ്ട് ചെയ്യുള്ളൂ. അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എഫേർട്ടുകൾ പല സ്ഥലങ്ങളിലും കാണാറുണ്ട്. എംപ്ലോയി സൈഡിൽ അത് വേണ്ട രീതിയിൽ അതിലേക്കുള്ള ഇൻവോൾവ്മെന്റ് കാണിക്കാതെ സോഫ്റ്റ്വെയർ ഫെയിൽ ആവും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്, ഒന്ന് നമ്മുടെ ഡൊമൈനിലെ എക്സ്പീരിയൻസും അവർ എത്ര കാലമായിട്ട് ഇത് പ്രൊജക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ നമ്മുടെ ഇൻഡസ്ട്രിയിൽ, കൂടാതെ അവരുടെ ടീം സൈസ്, അതേപോലെ ഈ എത്ര സക്സസ്ഫുൾ ഫിനാൻഷ്യൽ ഇയർ ക്ലോസിങ് നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ഇവാലുവേറ്റ് ചെയ്യും. കൂടാതെ ഇത് ഇംപ്ലിമെന്റ് ചെയ്ത സ്ഥലങ്ങളിൽ ഇപ്പോൾ പലപ്പോഴും നമ്മളൊരു ഓണർ ടു ഓണർ ചോദിക്കുമ്പോൾ പലപ്പോഴും ഇപ്പൊ നമ്മൾ വേറെ ഓണർ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ആള് പറയും സോഫ്റ്റ്വെയർ വാങ്ങി കുഴപ്പമൊന്നുമില്ല, നമ്മൾ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്. അതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആവുക നമ്മുടെ കമ്പനിയുടെ ഉള്ളിലുള്ള അത് ഉപയോഗിക്കാൻ പോകുന്ന ഉപയോഗിക്കുന്ന ഒരാളും മറ്റുള്ള കമ്പനിയിൽ ഇംപ്ലിമെന്റ് ചെയ്തോടത്ത് അത് ഉപയോഗിക്കുന്ന ഒരാൾക്കാരും തമ്മിൽ ഒരു ഡയറക്റ്റ് വിസിറ്റ് ഒന്ന് അവിടെ നടത്തി പോയി അവരുടെ ഒരു ഫീഡ്ബാക്ക് കൂടി എടുത്തതിന് ശേഷം, അതായത് നമുക്ക് എന്തായാലും മാർക്കറ്റിൽ ഒരുപാട് ഈ ഒരു സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടനവധി ആൾക്കാർ മാർക്കറ്റിലുണ്ട്. കാരണം ഞാൻ തന്നെ ഒരു 10ഓളം സോഫ്റ്റ്വെയറുകൾ പല സ്ഥാപനങ്ങളിലായിട്ട്, കാരണം ഫിനാൻസ് സ്ഥാപനങ്ങൾ തന്നെ ഒരു 15-16 ഫിനാൻസ് സ്ഥാപനങ്ങളിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് കൺസൾട്ടന്റ് ആയിട്ട്. അപ്പൊ ഈ പറഞ്ഞ എല്ലാ വെണ്ടേഴ്സുമായിട്ട് നമ്മൾ കാണുകയും ഇൻവോൾവ് ചെയ്യുകയും ചെയ്യാറുണ്ട്. ഇതെന്ന് എന്താന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് സക്സസ് ആയിട്ട് നടക്കുന്ന സോഫ്റ്റ്വെയർ അടുത്ത സ്ഥലത്ത് ഫെയിലിയർ ആയിരിക്കും. ഇവിടുന്ന് ഈ സോഫ്റ്റ്വെയർ വേണ്ടാന്ന് വെക്കുന്ന സോഫ്റ്റ്വെയർ ആയിരിക്കും അടുത്ത സ്ഥലത്ത് അപ്പോൾ ഇംപ്ലിമെന്റ് ചെയ്യണം വേറെ ആളെ മാറ്റിയിട്ട്. അങ്ങനെയുള്ളതിന്റെ ഒരു നല്ലൊരു ശതമാനം കാണുന്ന കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ സോഫ്റ്റ്വെയറിന് വേണ്ട ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിന് വേണ്ട ഇൻവോൾവ്മെന്റ് ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്തില്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഫെയിൽ ആവും. അതിന് നമ്മുടെ ഇന്റേണലി ഉള്ള ആൾക്കാർ നല്ല രീതിയിൽ സമയം കളയുകയും അതിനെ പഠിച്ചെടുക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ മാത്രമാണ് ഒരു സോഫ്റ്റ്വെയർ സക്സസ്ഫുള്ളി ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. മുഴുവനായിട്ട് ഒരു സോഫ്റ്റ്വെയർ വെണ്ടറുടെ കുഴപ്പമായിട്ട് കാണാൻ പറ്റൂല. അപ്പോൾ സോഫ്റ്റ്വെയർ എടുക്കുന്നതിന് മുന്നേ കമ്പനിയെ പറ്റി പഠിക്കണം, ഒരു മാർക്കറ്റിൽ അതിന്റെ സ്ഥിതി എന്താണെന്നുള്ളതൊന്നും അറിയണം. കൂടാതെ നമ്മുടെ അവിടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ആ സോഫ്റ്റ്വെയർ ഒന്ന് കൃത്യമായിട്ട് ചെക്ക് ചെയ്യാനുള്ള, നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അവരൊരു ടെസ്റ്റ് ലിങ്ക് വാങ്ങിച്ചിട്ട് അത് വെച്ചോ ഇതിനൊന്ന് ഒരു ഇവാലുവേഷൻ നടത്തി 1 ആഴ്ചയോ 2 ആഴ്ച ചെയ്ത് നോക്കി ഉറപ്പുവരുത്തിയതിന് ശേഷം സോഫ്റ്റ്വെയറിലേക്ക് പോവാം. പിന്നെ പല സോഫ്റ്റ്വെയറിൽ നമ്മൾ അതിനുശേഷം നടന്നു വരുന്നൊരു കാര്യം, നമ്മുടെ എംപ്ലോയീസ് പറയും ഇതിൽ എനിക്ക് റിപ്പോർട്ട് ഇങ്ങനെ ഒരു റിപ്പോർട്ട് വേണം, അല്ലെങ്കിൽ കണ്ടു കഴിയുമ്പോൾ എനിക്ക് പ്രിന്റിൽ ഇങ്ങനെ വേണം, പല ആവശ്യങ്ങൾ പറയുമ്പോൾ ഈ റെഡിലി അവൈലബിൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ എടുത്ത് നമ്മൾ പൊളിക്കാൻ വേണ്ടി കസ്റ്റമൈസ് ചെയ്യാൻ നിൽക്കുന്നത് ഒരു വലിയൊരു രീതിയിലൊരു ബുദ്ധിമോശമാണ്. അതായത് ആവശ്യമില്ലാത്തതാണെങ്കിൽ അത് കസ്റ്റമൈസ് ചെയ്യാതെ നമ്മളെ ഇപ്പൊ നിലവിലുള്ള സംവിധാനം വെച്ച് ഉപയോഗിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതാ. പലപ്പോഴും എന്താന്ന് വെച്ചാൽ എംപ്ലോയീസ് അവരുടെ ഒരു കംഫേർട്ടിന് വേണ്ടി മാത്രം പല സാധനം ഇങ്ങനെ കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറയും. ഈ ഒരു കാര്യം ആക്ച്വലി വേണ്ടതായിരിക്കില്ല. നമ്മൾ ചിലപ്പോ ബിസിനസ് ഓണർ ചിലപ്പോൾ ഇത് അറിയുന്നില്ല, സ്റ്റാഫിന് വേണമെന്ന് പറഞ്ഞു, അത് അവരെ വിളിച്ച് പറഞ്ഞ് ചെയ്യിപ്പിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ഇംപ്ലിമെന്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ കമ്പനിക്ക് എന്തൊക്കെ രീതിയിലുള്ള MIS എന്തൊക്കെ രീതിയിലുള്ള റിപ്പോർട്ട്സ് വേണം എന്നുള്ളത്
നമുക്കൊരു മുൻവിധി ഉണ്ടെന്നാണെങ്കിൽ ആദ്യം തന്നെ അതിനെ ഒരു എക്സൽ ഫോർമാറ്റിലോ പ്രിന്റ് ഔട്ടിലോ ആക്കിയിട്ട് അവർക്ക് കൊടുത്ത് സൈൻ ചെയ്ത് വാങ്ങിക്കുക. ഞങ്ങളുടെ സോഫ്റ്റ്വെയർ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഇത്ര റിപ്പോർട്ടിന്റെ ഫോർമാറ്റുകൾ ഇതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കണം. ഇതാണ് ഇതിന്റെ ഹെഡുകൾ. നമ്മൾ വെറുതെ സെയിൽസ് റിപ്പോർട്ട് കാണണം, ഓവർഡ്യൂ കാണണം, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് പേയബിൾ കാണണം എന്ന് പേര് മാത്രം പറഞ്ഞല്ലാതെ അതിൽ വേണ്ട കോളംസും അത് എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ഒരു എക്സൽ ഇതിൽ ടൈപ്പ് ചെയ്തുണ്ടാക്കിയ ഒരു പ്രിന്റ് ഔട്ട് അല്ലെങ്കിൽ ഒരു ഫോർമാറ്റ് കൊടുത്തിട്ട് അത് അവരെ കൊണ്ട് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ എത്ര സാധനങ്ങൾ വേണമെന്ന് പറയാം. പിന്നെ അതുപോലെ ബിസിനസ് ഓണേഴ്സ് ആയിട്ടുള്ള നിങ്ങളെ പോലുള്ള ആളുകൾ ഒരു സോഫ്റ്റ്വെയർ ഡെമോൺസ്ട്രേഷൻ കാണുമ്പോൾ പലപ്പോഴും നമ്മൾ കാണാറുള്ളത് ഫുള്ളായിട്ട് ആ ഡെമോൺസ്ട്രേഷന് ചിലപ്പോൾ ഇരിക്കാറില്ല. കാരണം അത് IT സൈഡ് ആയതുകൊണ്ട് അത് സ്റ്റാഫുകൾ ആരെങ്കിലും നോക്കി തീരുമാനിക്കട്ടെ എന്ന് വെക്കും. ഒരു രീതിയിൽ അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അതിന് വലിയൊരു വാല്യൂ ഉണ്ട്. നിങ്ങൾക്ക് IT ഒന്നും അറിയേണ്ട കാര്യമില്ല. അവർ സ്ക്രീനിലെടുത്ത് നമ്മൾ പേപ്പറിൽ എന്ത് കാണുന്നുണ്ടോ അത് അവർ കമ്പ്യൂട്ടറിന്റെ സ്ക്രീനിൽ കാണിക്കണം. നമുക്ക് ആകെ നോക്കേണ്ടത് ഇതിൽ എന്തൊക്കെ റിപ്പോർട്ട്സ് കിട്ടും എന്നുള്ളത് ഉറപ്പുവരുത്താൻ വേണ്ടി ബിസിനസ് ഓണേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഇൻവോൾവ്മെന്റ് ഉണ്ടായേ പറ്റൂ. ഇതിന്റെ ഉള്ളിൽ ഈ സോഫ്റ്റ്വെയർ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതിൽ എന്തൊക്കെ MISകൾ കിട്ടും, എന്തൊക്കെ ഡാഷ്ബോർഡ്, എന്തൊക്കെ റിപ്പോർട്ട്സ് ഉണ്ട്, എന്തൊക്കെ ബിസിനസ് ക്രിട്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് ഇൻഫർമേഷൻ തരാൻ ഈ സോഫ്റ്റ്വെയറിന് പറ്റും എന്നുള്ളത് അറിയാൻ വേണ്ടി ഓരോ ആൾക്കാർ അതിൽ സമയം സ്പെൻഡ് ചെയ്യുകയും അങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ഥാപനത്തിന്റെ ഉള്ളിൽ ഒരു കമ്മിറ്റി ഈ സോഫ്റ്റ്വെയർ ഇംപ്ലിമെന്റ് ചെയ്യാൻ. ഇപ്പൊ ഞാൻ ഒരു കാൽക്കുലേഷൻ എടുക്കേണ്ടത് ഒരു 25 സ്റ്റാഫ് ഉള്ള ഒരു സ്ഥാപനം എന്നുള്ള ഒരു അസംഷനിൽ ഞാൻ പറയാണ്. ഒരു 4 പേരെ 5 പേരെ അതിലേക്ക് ഒരു ടീമാക്കി സെറ്റ് ചെയ്യണം. ഈ സോഫ്റ്റ്വെയർ ഇംപ്ലിമെന്റ് ചെയ്യാൻ ട്രെയിനിങ് എടുക്കാനും ഇംപ്ലിമെന്റ് ചെയ്യാനും ഇതിന് വേണ്ട ഇൻപുട്സ് സോഫ്റ്റ്വെയർക്ക് കൊടുക്കാനും നിങ്ങൾ അടുത്ത 1 മാസം അല്ലെങ്കിൽ 2 മാസം ഇതിന്റെ പുറകെ വർക്ക് ചെയ്യണം. അങ്ങനെ ഒരു ടീം സെറ്റ് ചെയ്ത് ഈ സോഫ്റ്റ്വെയർ വെണ്ടർക്ക് വേണ്ട സപ്പോർട്ടും കാര്യങ്ങളും അവർ ചോദിക്കുന്ന സ്കീമുകൾ ഏതൊക്കെയാണ്, നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ്, നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റിന്റെ കാര്യങ്ങൾ ഇതെല്ലാം കൊടുത്ത് ഈ സോഫ്റ്റ്വെയറിന് ഒരു ടെസ്റ്റിംഗ് ഉണ്ട്. ആ സോഫ്റ്റ്വെയറിന്റെ ടെസ്റ്റിംഗും കഴിഞ്ഞ് ഓക്കെ ആയതിനു ശേഷമേ നിങ്ങളുടെ മേജർ ആയിട്ടുള്ള പേയ്മെന്റ് പോകാൻ പാടുള്ളൂ. പലപ്പോഴും സംഭവിക്കാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തീരുമാനം ആവുമ്പോൾ ഒരു പർച്ചേസ് ഓർഡർ കൊടുത്ത് 50% കാശ് കൊടുക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരൊരു ലിങ്ക് അയച്ചു തരും, സോഫ്റ്റ്വെയർ റെഡി ആയിട്ടുണ്ടെന്ന് പറയും. നമ്മളിവിടെ ഇങ്ങനെ ഒരു ടെസ്റ്റിംഗ് എന്നുള്ള സൈക്കിളിലേക്ക് പോവാതെ ഒട്ടുമിക്കവാറും നേരെ സോഫ്റ്റ്വെയർ ഉപയോഗിക്കാൻ തുടങ്ങും. അങ്ങനെ ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ സോഫ്റ്റ്വെയറിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആയിരിക്കില്ല സോഫ്റ്റ്വെയർ റെസ്പോണ്ട് ചെയ്യാം. നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ പ്രോപ്പറായിട്ട് ടെസ്റ്റ് ചെയ്ത് പോകണം. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് അടുത്ത സ്ലൈഡിലേക്ക് പോവാണ്. ഒരാളെ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ മേജർ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത്. ഇനി നമുക്ക് എല്ലാ ആളുകൾക്കും എപ്പോഴും സോഫ്റ്റ്വെയർ വാങ്ങിക്കുക എന്നുള്ളതല്ല. ഇപ്പൊ ഇതിലുള്ള ഒരുപാട് ആൾക്കാർ ആൾറെഡി വാങ്ങിച്ചു കഴിഞ്ഞു. അവർക്ക് ഇനിയിപ്പോൾ വീണ്ടും വാങ്ങിക്കുന്നതിനെ പറ്റി ചിന്തിക്കാനും ഇല്ല. നമ്മൾ ഉള്ള സാധനം എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പൊ ഉള്ള സോഫ്റ്റ്വെയറിനെ വെച്ചിട്ട് എനിക്ക് എങ്ങനെ ചെയ്യാം, എനിക്കിത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്ന് വരുമ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. നമുക്ക് സോഫ്റ്റ്വെയറിന് ഒരു റെസ്പോൺസിബിൾ ഒരു പേഴ്സൺ നമ്മുടെ കമ്പനിയുടെ ഉള്ളിൽ ഉണ്ടാവണം. പലപ്പോഴും ഉണ്ടാവുന്നത് പല ആളുകൾ വിളിച്ച് പല ആവശ്യങ്ങൾ സോഫ്റ്റ്വെയർ വെണ്ടറെ വിളിച്ച് പറയും. അവർക്ക് കുറച്ച് കഴിയുമ്പോൾ അവർക്ക് ഇത് മാനേജ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവർ പറയും എനിക്കിത് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല, അവർ സപ്പോർട്ട് കുറയ്ക്കും. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ കൊടുക്കാൻ വേണ്ടി ഒരു പോയിന്റ് ഓഫ് കോൺടാക്ട് കൂടെ മാത്രം ഇഷ്യൂസ് കാര്യങ്ങൾ കൊടുക്കുക. അതൊരു IT കോർഡിനേറ്ററിനോ എന്ത് പേര് വേണമെങ്കിലും വെക്കാം. കൂടാതെ നമ്മൾ കൊടുക്കുന്ന ഇഷ്യൂസോ നമ്മൾ കൊടുക്കുന്ന ആവശ്യങ്ങൾക്ക് ഒരു ട്രാക്കർ ഉണ്ടായിരിക്കണം. ട്രാക്കർ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു റിപ്പോർട്ട് നമ്മൾ ഗൂഗിൾ ഷീറ്റിലോ എക്സലിലോ അടിച്ചുണ്ടാക്കിയ എത്ര കംപ്ലൈന്റുകൾ എത്ര ഇഷ്യൂസ് നമ്മൾ സോഫ്റ്റ്വെയർകാർക്ക് ഓരോ മാസവും കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളിപ്പോ ഒരു 75,000 രൂപ അല്ലെങ്കിൽ 1 ലക്ഷം 2 ലക്ഷം മുടക്കി ഒരു സോഫ്റ്റ്വെയർ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ വന്ന ആൾക്ക് എന്തായാലും ഒരു 2-3 മാസം കുറച്ച് ഇൻവോൾവ്മെന്റും കുറച്ച് കാശ് ചെലവ് ആൾക്ക് എന്തായാലും വന്നിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് പറയുന്ന കാര്യങ്ങൾക്ക് അവർക്ക് ഇത് മാത്രമായിട്ട് അവർ നിൽക്കുന്നതായിരിക്കില്ല. അവർ സപ്പോർട്ട് കുറയ്ക്കുന്നതിന്റെ ചില റീസൺസ് ഞാൻ പറയുന്നത്, നമ്മുടെ ഇവിടുന്ന് ചിലപ്പോൾ നമ്മുടെ യൂസർക്ക് അറിയാത്ത കാര്യമായിരിക്കും. ആള് തെറ്റ് ചെയ്യും, വിളിച്ചു പറയും സോഫ്റ്റ്വെയർ ഇഷ്യൂ എന്ന് പറയുന്നുണ്ടാവുക. പക്ഷെ അത് ആക്ച്വലി സോഫ്റ്റ്വെയർ ഇഷ്യൂ ആയിരിക്കില്ല, അല്ലെങ്കിൽ ഒരു പുതിയ ആവശ്യം പറയുന്നതായിരിക്കും. അപ്പൊ ഇത് ഏതാണെന്നാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അത് അറിയാൻ വേണ്ടി സോഫ്റ്റ്വെയറിന് ഒരു ഇഷ്യൂ ട്രാക്കർ, എന്തൊക്കെ ഇഷ്യൂ നിങ്ങൾ സോഫ്റ്റ്വെയർക്ക് കൊടുക്കാറുണ്ട്, അത് മന്ത്ലി ബേസിസിൽ ആ കൊടുത്ത കാര്യങ്ങളുടെ ഒരു അനാലിസിസ് മാനേജ്മെന്റ് നോക്കണം. എന്തുകൊണ്ടാണ് ഇത്രയും ഇഷ്യൂസ് ഇതിൽ അനലൈസ് ചെയ്ത് നോക്കിയാൽ അറിയാം. മേ ബി ഒരു 70% അല്ലെങ്കിൽ 60% സാധനങ്ങൾ ഇഷ്യൂസും ബാക്കി 40% നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്കുകളായിരിക്കും. ആ മിസ്റ്റേക്കുകൾ ഒരിക്കലും സ്റ്റാഫുകൾ വന്ന് പറയില്ല ഞാൻ അങ്ങനെ ഒരു മിസ്റ്റേക്ക് ചെയ്തു അത് കറക്റ്റ് തരാനാ പറഞ്ഞതെന്നുള്ളതായിരിക്കില്ല പറയാ. അപ്പൊ ഇതിന് സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് ഇതിൽ എത്ര ഇഷ്യൂസ് ആയിരുന്നു, എത്ര പുതിയ ആവശ്യമായിരുന്നു, എത്ര നിങ്ങൾ തെറ്റ് ചെയ്തതിന്റെ കാര്യങ്ങളായിരുന്നു നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടായിരുന്നു. അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു ഇഷ്യൂ ട്രാക്കർ മെയിൻറ്റെയിൻ ചെയ്യണം.
കൂടാതെ നമുക്ക് എന്താണ് വേണ്ടത്, ക്ലിയർ BRD എന്നുള്ളത് ബിസിനസ് റിക്വയർമെന്റ് ഡോക്യുമെന്റ്, അതായത് നമുക്ക് എന്താണ് സോഫ്റ്റ്വെയർ കൂടെ വേണ്ടത്, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താന്നുള്ളത് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് അല്ല ഒരു പേപ്പറിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവണം. എനിക്ക് ഇന്ന സാധനങ്ങളാണ് വേണ്ടത്. ആ കിട്ടേണ്ടതിന്റെ പല കാര്യങ്ങളും നമുക്ക് കിട്ടിയത് ടിക്ക് ചെയ്ത് പോവാം. കിട്ടാത്തതിന് നമുക്ക് ഡെവലപ്പ് ചെയ്യണം. അത് ഞാൻ അതിലേക്ക് വരാം. അപ്പോൾ എക്സിസ്റ്റിംഗ് സോഫ്റ്റ്വെയറിനെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടി സോഫ്റ്റ്വെയർ വെണ്ടർ ആയിട്ട് ഒന്നുള്ളത്, കാരണം സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ നമ്മൾ വെണ്ടർ എന്ന് പറയാൻ പാടില്ല എന്ന് പറയാം. അതായത് അതൊരു പാർട്ട്ണറെ പോലെ കാണേണ്ടി വരും. നമ്മുടെ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് നമ്മുടെ കൂടെ നിൽക്കേണ്ട ഒരു ഫേമാണ് ഈ പറയുന്ന സോഫ്റ്റ്വെയർ പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാർ. അപ്പൊ അവര് നമ്മുടെ ഒരു പാർട്ട്ണറെ പോലെ കാണും. ഇപ്പൊ ഹാർഡ്വെയർ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിലും നമുക്ക് ഇന്നുള്ള ഹാർഡ്വെയർ എടുത്ത് മാറ്റി നമുക്ക് നാളെ വേറെന്ന് വെച്ച് നമുക്ക് മാനേജ് ചെയ്യാം. സോഫ്റ്റ്വെയർ അങ്ങനെ ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പോ എക്സിസ്റ്റിംഗ് സോഫ്റ്റ്വെയർ ഉള്ള പ്രശ്നങ്ങൾക്ക് ഒന്നുള്ളത് സോഫ്റ്റ്വെയർ വെണ്ടർ ആയിട്ടുള്ള ഒരു ക്ലിയർ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക. അത് മാനേജ്മെന്റ് സൈഡിൽ നിന്ന് തന്നെ ഒരു റിലേഷൻഷിപ്പ് സോഫ്റ്റ്വെയർ വെണ്ടർ ആയിട്ട് ഉണ്ടായിരിക്കണം. എന്നിട്ട് റിയൽ പ്രോബ്ലം എന്താന്നുള്ളത് മാനേജ്മെന്റ് അറിയാൻ ശ്രമിക്കണം. ഒരു നല്ലൊരു ശതമാനം സ്ഥലത്തും എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. മാനേജ്മെന്റ് ക്ലിയർ പ്രോബ്ലം എന്താണെന്ന് അവരിലേക്ക് അറിയാറില്ല. അവര് സ്റ്റാഫുകൾ പറയും, സ്റ്റാഫുകൾ മോശമെന്ന് പറയുന്നില്ല, പക്ഷെ അവർക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യം അവര് സോഫ്റ്റ്വെയർ ഇഷ്യൂ എന്ന് പറയും. നമ്മൾ അത് അതുപോലെ വിചാരിക്കുകയും ചെയ്യുന്നിടത്ത് നമ്മുടെ ഒരു ഇൻവോൾവ്മെന്റ് മന്ത്ലി ഒരിക്കലെങ്കിലും ഒരു സിറ്റിംഗ് സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യത്തിന് സോഫ്റ്റ്വെയർ വെണ്ടറും ഇതേപോലെ ഇപ്പൊ ഓൺലൈൻ സംവിധാനങ്ങൾ ഉള്ളതുകൊണ്ട് സോഫ്റ്റ്വെയറിന്റെ പാർട്ട്ണറും ഇന്റേണലി ആരാണോ ആ IT ഉത്തരവാദിത്തം കൊടുത്തിരിക്കണം അയാളുമായിട്ട് ഇരുന്ന് വന്ന ഇഷ്യൂസിനൊന്ന് അനലൈസ് ചെയ്ത് ഇത് എന്തുകൊണ്ട് ഉണ്ടായി എന്നുള്ള രീതിയിൽ ആ സോഫ്റ്റ്വെയർ പാർട്ട്ണറുമായിട്ടും കൂടി ഒരു ഡിസ്കഷൻ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അത് റിലേഷൻഷിപ്പിന് നന്നായിരിക്കും. കൂടാതെ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിൽ അറിയാം, പല ആളുകളും സോഫ്റ്റ്വെയറിന്റെ വർക്ക് എടുത്തു, ഇനീഷ്യലി ഒക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു, പിന്നെ വിളിച്ച ഫോൺ എടുക്കില്ല. നമ്മൾ സപ്പോർട്ടിന് നോക്കുമ്പോൾ പല കാര്യങ്ങളും ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിവസങ്ങളോളം കഴിഞ്ഞിട്ട് അത് സപ്പോർട്ട് ചെയ്യുക. ഈ കാര്യം മാർക്കറ്റിൽ ഇല്ല എന്ന് പറയുന്നില്ല, പക്ഷെ അങ്ങനെ അല്ലാതെ ചെയ്ത് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അതിനെ പ്രോപ്പറായിട്ട് അതാ പറഞ്ഞത്, അത് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ള ഒരു പ്രോസസ്സിൽ ആരെങ്കിലും അറിയാവുന്ന ആൾക്കാരെയോ അല്ലെങ്കിൽ ടെക്നിക്കലി ആരെങ്കിലും ഒക്കെ ഇൻവോൾവ് ചെയ്യിച്ചിട്ട് ഒരു പ്രോസസ്സ് കൂടെ അത് കൊണ്ടുപോകുക. അതാണ് എനിക്ക് ഈ ഒരു സെക്ഷനിലൊന്ന് പറയാനുള്ളത്. പിന്നെ ഇപ്പൊ നമ്മളെല്ലാവരും തന്നെ ഇപ്പൊ കോർ ബാങ്കിങ് എന്ന് പറയാം, നമ്മളെല്ലാവരും ഒരു ഓൺലൈൻ സിസ്റ്റം പോലെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവും. കോർ ബാങ്കിങ് സിസ്റ്റം നമുക്കിപ്പോൾ 3 ബ്രാഞ്ച് ഉണ്ടെങ്കിൽ 5 ബ്രാഞ്ച് ഉണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തും ഓൺലൈനായിട്ട് കിട്ടാവുന്ന സോഫ്റ്റ്വെയറുകളായിരിക്കും നമ്മൾ പലരും ചെയ്യുന്നുണ്ടാവുക. ഇവിടെ നമുക്ക് കോർ ബാങ്കിങ് സിസ്റ്റം എന്ന് പറയാം. നമുക്ക് ഇതിലൊക്കെ നമ്മൾ ഏറ്റവും വലിയൊരു ഇത്, നമുക്ക് കസ്റ്റമർക്ക് കൊടുത്ത പേയ്മെന്റ് കളക്ട് ചെയ്യാൻ വേണ്ടി തിരിച്ച് നമുക്ക് റിസീപ്റ്റ് നമ്മുടെ എന്താ പറയുക കളക്ഷന് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് സിസ്റ്റംസ് നമ്മൾ ഇന്നുള്ള ന്യൂ ജനറേഷൻ ബാങ്കുമായിട്ട് ടൈപ്പ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കൊരു നിധി കമ്പനിയിൽ ഒരാളൊരു ലോൺ എടുത്തിട്ടുണ്ട്, ഒരു ബിസിനസ് ലോൺ എടുത്തു. ആള് എല്ലാ മാസവും പിന്നെ ഫോർ എക്സാമ്പിൾ 5000 രൂപ അടയ്ക്കാനുണ്ട്. ഈ 5000 രൂപ അടയ്ക്കാൻ വേണ്ടി അയാൾ നമ്മുടെ ബ്രാഞ്ചിലേക്ക് വരാതെ അയാളുടെ അടുത്ത് നമ്മൾ പറയാണ്, നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ഏത് ബാങ്ക് പോയാലും, സൗത്ത് ഇന്ത്യൻ ബാങ്കോ ഫെഡറൽ ബാങ്ക് ഏത് ബാങ്ക് പോയാലും നമ്മൾ കൊടുക്കുന്ന ഒരു പിന്നെ ഒരു വെർച്വൽ അക്കൗണ്ട് നമ്പർ, അതായിരിക്കും ആളുടെ ബെനിഫിഷ്യറി നമ്പർ ആയിട്ടുള്ളത്. ആ നമ്പർ വെച്ച് അവിടെ ബാങ്ക് പോയി പൈസ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ പേയ്മെന്റിനെ നേരെ കൊണ്ടുവന്ന് ഈ നമ്മുടെ സിസ്റ്റത്തിലുള്ള കസ്റ്റമർക്ക് കൊടുത്തിരിക്കുന്ന ഒരു ലോൺ അക്കൗണ്ട് ഉണ്ടാവും, അതിലേക്ക് നമുക്ക് ഓട്ടോമാറ്റിക്കലി പോസ്റ്റ് ചെയ്യിക്കാം. അത് ഏത് ബാങ്കിൽ പോയിട്ട് അടയ്ക്കാം, അല്ലെങ്കിൽ ബെനിഫിഷ്യറി ആയിട്ട് ഇപ്പൊ നമ്മൾ കൊടുത്തിരിക്കുന്ന, അതായത് വെർച്വൽ അക്കൗണ്ട് എന്ന് പറഞ്ഞത് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ICICI ബാങ്കിലാണെന്ന് വെക്കാം. ICICI ബാങ്കിലുള്ള ബാങ്ക് അക്കൗണ്ട് നമ്പർ ഹൈഫൺ എനിക്ക് ലോൺ തരുമ്പോഴുള്ള നമ്പർ, എന്റെ ലോൺ നമ്പർ 001 ആണെന്ന് വെക്കാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് പിന്നെ കമ്പനിയിൽ നിന്ന്, നമ്മുടെ നിധി കമ്പനിയിൽ നിന്ന് എനിക്ക് തരുന്ന വെർച്വൽ അക്കൗണ്ട് നമ്പർ ഉണ്ടാവുക ബാങ്ക് അക്കൗണ്ട് നമ്പർ -001. അപ്പൊ ഞാൻ ഈ നമ്പർ എന്റെ HDFC ബാങ്കിലോ ഏത് ബാങ്കിലോ ബെനിഫിഷ്യറി ആയിട്ട് ആഡ് ചെയ്ത് എനിക്ക് അതിലൂടെ ആ പേയ്മെന്റ് ടൈം ആകുമ്പോൾ എനിക്ക് ഓൺലൈനായിട്ട് പൈസ ബെനിഫിഷ്യറി ആഡ് ചെയ്ത് ഓൺലൈൻ അടയ്ക്കാം, അല്ലെങ്കിൽ എനിക്ക് ഏതെങ്കിലും ബാങ്കിൽ പോയി അടയ്ക്കാം. ഇങ്ങനെ അടച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് ഡെയിലി കിട്ടുന്ന രീതി ഇന്ന് മാർക്കറ്റിൽ ബാങ്കുകളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇന്ന ആൾക്കാർ ഇത്ര പൈസ അടച്ചിട്ടുണ്ട്. ഇപ്പൊ പലപ്പോഴും സംഭവിക്കുന്നത് എന്താ, ഒറ്റ ബാങ്ക് അക്കൗണ്ട് നമ്പർ കൊടുക്കും, അതിലേക്ക് എല്ലാവരും കൊടുത്ത് പൈസ ഇടും. ഈ പൈസ ഇട്ടത് ആരെ എന്താന്ന് റീകൺസിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാർ അതിൽ വർക്ക് ചെയ്യും. അത് കഴിഞ്ഞ് സസ്പെൻസിൽ കുറെ പൈസ ലോഡ് ചെയ്ത് വെക്കും. എന്നിട്ട് വർഷാവസാനം മാസാവസാനം ഏതാളുടെ പൈസ എന്ന് അറിയില്ല. അപ്പോൾ ഈ റീകൺസിലേഷൻ പോലെയുള്ള പണികളടക്കം ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ഇതേപോലെ ഈ വെർച്വൽ അക്കൗണ്ട് എന്നുള്ളൊരു സാധനം ഇത് സോഫ്റ്റ്വെയർ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്യാതെയും വർക്കിക്കാൻ പറ്റും.
അതേപോലെ തന്നെയാണ് ഞാൻ ഇവിടെ BBPS എന്ന് പറഞ്ഞിരിക്കുന്നത്, ഭാരത് ബിൽ പേയ്മെന്റ് സിസ്റ്റം എന്ന് പറയും. ഇപ്പൊ നമ്മൾ നമ്മുടെ പിന്നെ എന്താ പറയാ പേടിഎമ്മോ അല്ലെങ്കിൽ ഗൂഗിൾ പേയോ ഇതൊക്കെ നമ്മൾ വെച്ച് പറയാം നിങ്ങൾക്ക് അതിലൂടെ പൈസ അടച്ചോളൂ. അല്ലെങ്കിൽ നമ്മൾ ഈ ബാങ്കുകളുടെ ഒക്കെ സൈറ്റിൽ കയറിയപ്പോ ഗ്യാസ് എന്താ പറയാ ഇപ്പൊ ഇൻഷുറൻസിന്റെ പൈസ അടയ്ക്കാന് അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് മർച്ചന്റ്സിന് അല്ലെങ്കിൽ ഈ ആളുകളുടെ പേര് തന്നെ ബാങ്കിന്റെ സൈറ്റിൽ ലിസ്റ്റ് ചെയ്തുള്ള പേരുകളാണ്. അവിടെ നമുക്കത് സെലക്ട് ചെയ്തിട്ട് പൈസ അടയ്ക്കാം. അതേപോലെ നമുക്ക് നമ്മുടെ നിധി കമ്പനിയുടെ പേര് ഈ പറയുന്ന ഇന്ത്യയിലുള്ള 62ഓളം ബാങ്കിന്റെ പ്ലാറ്റ്ഫോമുകൾ ഇൻക്ലൂഡിങ് പേടിഎം, ഇൻക്ലൂഡിങ് ഗൂഗിൾ പേ എന്നുള്ള പേരിൽ നമ്മുടെ പേര് ലിസ്റ്റ് ചെയ്ത് വരുന്ന രീതിയിൽ നമുക്ക് പേയ്മെന്റ് സിസ്റ്റം ചെയ്യാൻ പറ്റും. ഇതിനെ ഭാരത് ബിൽ പേയ്മെന്റ് സിസ്റ്റം എന്നാ പറയുന്നത്. അതേപോലെ ഓൺലൈൻ പേയ്മെന്റ് നമ്മുടെ വെബ്സൈറ്റ് വഴി അടയ്ക്കണം എന്ന് വെക്കാം. അപ്പൊ നമ്മൾ പറയും നമ്മുടെ വെബ്സൈറ്റിൽ ഇപ്പൊ പേയ്മെന്റ് അടയ്ക്കാനുള്ള ഒന്നുമില്ല, ഇ-കൊമേഴ്സ് ഓൺലൈൻ ഒന്നും ആക്കിയിട്ടില്ല. വെബ്സൈറ്റ് ഒരു ഓൺലൈനും ആക്കേണ്ട കാര്യമില്ല. നിലവിലുള്ള വെബ്സൈറ്റിൽ പേ ഓൺലൈൻ എന്നുള്ളൊരു ബട്ടൺ വെക്കാൻ പറയാ. ഇപ്പോൾ ഉള്ള വെബ്സൈറ്റ് ഇത് ആളുടെ അടുത്ത് പേ ഓൺലൈൻ. ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ബാങ്കിന്റെ ഒരു പേജ് വരും. ആ ബാങ്കിന്റെ സെക്യൂരിറ്റി ഒക്കെ അവർ ചെയ്തോളും. അവിടെ അതുവഴി നമ്മുടെ ലോണിലേക്ക് പൈസ അടയ്ക്കാനുള്ള സംവിധാനം ഇതൊക്കെ ന്യൂ ജനറേഷൻ ബാങ്കുകൾ നടക്കുന്നുണ്ട്. പലർക്കും അറിയായിരിക്കും, ഞാനൊരു ഇൻപുട്ട് തരാൻ വേണ്ടി പറയണതാണ്. അപ്പോ അങ്ങനെ നമുക്ക് ഈ ഓൺലൈൻ പേയ്മെന്റ് ത്രൂ വെബ്സൈറ്റ് ചെയ്യാം. നാച്ച് എന്നുള്ളത് പലരും ആൾറെഡി ചെയ്യുന്നവരായിരിക്കും. NSCH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ ഓട്ടോമാറ്റിക് ക്ലിയറിംഗ് ഹൗസ് എന്ന് പറയും, NSCH. ഇപ്പോ നമ്മൾ പറയാണ്, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതൊക്കെ ഞാൻ ഡിസൈഡ് ചെയ്യാണ് എനിക്ക് ഇന്ന ദിവസം ബാങ്കിൽ പോയി അടയ്ക്കുക, ഇന്ന ദിവസം ഓൺലൈനിൽ പൈസ അടയ്ക്കുക എന്ന് പറയുന്ന കാര്യം നമ്മൾ മുകളിൽ സംസാരിച്ചത്. ഇനിയിപ്പോ നമ്മൾ പറയാം നിങ്ങളുടെ ലോൺ ഡേറ്റ് എല്ലാ മാസം 5-ാം തീയതിയാണ്. 5-ാം തീയതി നിങ്ങൾ അടയ്ക്കാനുള്ള ലോണിന്റെ പൈസ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ പോയി ഓട്ടോമാറ്റിക്കലി ഞങ്ങൾ പിക്ക് ചെയ്യും. അതായത് നമുക്ക് 100 പേര് 5-ാം തീയതി നമുക്ക് ലോൺ അടയ്ക്കാണ്ട്. ഈ 100 പേരുടെ ബാങ്ക് അക്കൗണ്ടിൽ പോയി നമുക്ക് പൈസ അടയ്ക്കാനുള്ള ആൾക്കാരുടെ എത്രയാണോ പൈസ അത് നമ്മൾ അവിടെ പോയി പിക്ക് ചെയ്ത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ കൊടുത്തു വെക്കും. അതിനാണ് NACH എന്ന് പറയുന്ന നാഷണൽ ഓട്ടോമാറ്റിക് ക്ലിയറിംഗ് ഹൗസ്. ഇതും തന്നെ നമ്മുടെ ഇതുപോലുള്ള കോർ ബാങ്കിങ് സിസ്റ്റം ആയിട്ട് നമ്മുടെ ഉള്ള ഇപ്പൊ വെബ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്ത് ഇങ്ങനെ വരുമ്പോൾ ഈ നിധി കമ്പനികൾ വർക്ക് ചെയ്യുന്ന മെത്തേഡ് ഒരു ബാങ്ക് വർക്ക് ചെയ്യുന്ന മോഡലിലേക്ക് മാറാൻ പറ്റും. കാരണം പേയ്മെന്റ്സ് നമുക്ക് കളക്ഷൻ കംപ്ലീറ്റ് നമുക്ക് ഡിജിറ്റലൈസ് ചെയ്യാം. കാരണം ഇപ്പോൾ ഉള്ള അടുത്തൊരു കുറച്ച് കാലം കൂടി കോവിഡ് ഒക്കെ സെറ്റിൽ ആവുന്നവരെ ഡിജിറ്റലി നമുക്ക് എന്തൊക്കെ കൊണ്ടുവരാൻ പറ്റുമോ അത് കൊണ്ടുവരാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ടൈമാണ് ഈ സമയം എന്നുള്ളത്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉടന്നു കഴിഞ്ഞാൽ നമുക്ക് കളക്ഷൻ ഈസി ആക്കാൻ പറ്റും. ഇതേ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് പേയ്മെന്റും വേണമെങ്കിൽ ചെയ്യാം. അതായത് നമ്മുടെ സോഫ്റ്റ്വെയറിൽ നിന്നുകൊണ്ട് ഒരു കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്ത് കസ്റ്റമർക്ക് ലോൺ പേ ചെയ്യാൻ വേണ്ടി ഇപ്പൊ നമ്മൾ ചെയ്യുന്നുണ്ടാവുക നമ്മുടെ സോഫ്റ്റ്വെയർ കൂടെ ഡീറ്റെയിൽസ് ഒക്കെ അടിക്കും, എന്നിട്ട് ചെക്ക് കൊടുക്കും. അല്ലെങ്കിൽ നമ്മുടെ സോഫ്റ്റ്വെയർ ഡീറ്റെയിൽസ് ഒക്കെ അടിച്ച് ബാങ്കിന്റെ സൈറ്റിൽ പോയി അവിടെ ഒന്നും കൊണ്ട് പൈസ ട്രാൻസ്ഫർ ചെയ്യും. അപ്പൊ ഇത് രണ്ടായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ നമ്മുടെ സോഫ്റ്റ്വെയറിൽ നിന്നുകൊണ്ട് തന്നെ പേ നൗ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പാർട്ടിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ പോകുന്ന രീതിയിൽ നമുക്ക് ഈ സോഫ്റ്റ്വെയറിനെ കണക്ട് ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും. ഞാൻ സാധ്യതകളാണ് പറയുന്നത്. ഇതിൻ്റെതായിട്ടുള്ള പല വശങ്ങളും ഉണ്ടാവും. നമ്മുടെ സോഫ്റ്റ്വെയർ ഇതിന് പറ്റുമോ ഇല്ലയോ അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. പക്ഷെ ഇതുപോലുള്ള സാധ്യതകൾ നമുക്ക് ടെക്നോളജി ഉപയോഗിച്ചിട്ട് നമുക്ക് കസ്റ്റമേഴ്സിന്റെ പേയ്മെന്റ് ഇപ്പൊ ഇൻട്രസ്റ്റ് പേയ്മെന്റ് എക്സാമ്പിൾ പറയാണ്, നമുക്ക് 1000 കസ്റ്റമേഴ്സിന് ഇൻട്രസ്റ്റ് പേയ്മെന്റ് കൊടുക്കാനുണ്ട്. ഇപ്പോ ബ്രാഞ്ചിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ പൈസ എടുത്ത് ഒരാളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കും. ചിലരത് ബാങ്കിൽ ഇടില്ല, ആ പൈസ എടുത്ത് കയ്യിൽ വെക്കും. പല ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുക ഈ പിന്നെ എല്ലാ ആളുകളുടെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് ഏത് ദിവസമാണ് ഇൻട്രസ്റ്റ് ഡ്യൂ ആവണം ആ ദിവസം നമുക്ക് പേയ്മെന്റ് അങ്ങോട്ട് കൊടുക്കണമെങ്കിലും ഇതേ സിസ്റ്റം ഉപയോഗിക്കാൻ പറ്റും. ഇതേ മെത്തേഡ് വെൻഡേഴ്സിന് കൊടുക്കണം പേയ്മെന്റ്, ഒരു വെൻഡർക്ക് പേയ്മെന്റ് കൊടുക്കാൻ ഈ സിസ്റ്റം ഉപയോഗിക്കാൻ പറ്റും. ഇതൊക്കെ ഫിനാൻസ് ഇൻഡസ്ട്രിയിൽ നിധിയിലും മാത്രമല്ല നിധിയിലും NBFCയിലും എല്ലാറ്റിലും ഇതുപോലുള്ള സംവിധാനങ്ങൾ ഇപ്പൊ ഇംപ്ലിമെന്റേഷൻ പലയിടത്തിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിന് ചിലപ്പോൾ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ നമ്മൾ ഒരു സെക്യൂരിറ്റി ലെവൽ ഹൗ ടു നോ അബൌട്ട് സെക്യൂരിറ്റി റിലേറ്റഡ് കൺസേൺ. ഇപ്പോൾ ഒട്ടുമിക്കവാറും നിങ്ങളുടെ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുന്ന സ്ഥലത്ത് ഇപ്പൊ എല്ലാവരും ഓൺലൈൻ സോഫ്റ്റ്വെയർ ആയിരിക്കും ഉപയോഗിക്കണേ. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് കഴിഞ്ഞാലും കമ്പ്യൂട്ടർ ഓൺ ചെയ്ത ലാപ്ടോപ്പ് തുറന്നു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ കിട്ടും. എവിടെ പോയാലും സോഫ്റ്റ്വെയർ ആക്സസ് ആണെന്ന് പറയുന്ന രീതിയിൽ കഴിഞ്ഞൊരു 4-5 വർഷമായിട്ട് പുതിയ രീതിയിൽ വന്നിരിക്കുന്ന സോഫ്റ്റ്വെയറിലൊക്കെ അങ്ങനെയാണ്. അപ്പോൾ ഒന്നിലും ഓഫീസിൽ ഒരു സെർവർ വെച്ചിട്ടുണ്ടാവും, അതിന്റെ ഒരു IP അഡ്രസ് അടിച്ചു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ക്ലൗഡിലായിരിക്കും ഇട്ടിട്ടുണ്ടാവുക. ക്ലൗഡിന്റെ ഒരു ലിങ്ക് ഒരു IP അഡ്രസ്സും കൊടുത്ത യൂസർ നെയിം ചോദിക്കും, പാസ്വേഡ് ചോദിക്കും.
ഇത് നല്ലതാണ്. ഇത് ഇങ്ങനെ മാത്രമേ നമുക്ക് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള മുന്നോട്ട് കാലഘട്ടത്തിൽ നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓരോരോ ബ്രാഞ്ചിൽ ഓരോ സെർവർ വെച്ചും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇവിടെ ഉള്ള ഒരു കൺസേൺ ഞാൻ ചോദിക്കുന്നത്, നമുക്ക് ഈ സോഫ്റ്റ്വെയർ നമ്മൾ പറഞ്ഞു നമ്മുടെ ഓഫീസിൽ കിട്ടും, നമ്മുടെ വീട്ടിൽ കിട്ടും. ഇനി നമ്മൾ തന്നെ ഒരു ബ്രൗസിംഗ് സെന്റർ പോയിരുന്ന ബ്രൗസിംഗ് സെന്ററിൽ കിട്ടും, നമ്മൾ തന്നെ ഒരു കോമ്പറ്റീറ്റർ ഓഫീസിൽ പോയിരുന്ന അവിടെയും കിട്ടും അല്ലെ. അപ്പൊ ഈ സോഫ്റ്റ്വെയർ എനിവെയർ ആക്സസ് ആണ്, എവിടെ വേണമെങ്കിലും കിട്ടും. നിങ്ങൾ ഇങ്ങനെ ചോദിക്കുക, HDFC ബാങ്കിന്റെയോ ICICI ബാങ്കിന്റെയോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ബാങ്കിന്റെയോ മാനേജറെ അടുത്ത് നമ്മൾ അയാളെ വീട്ടിലെത്തുമ്പോൾ വിളിച്ച് പറയാണ് എന്റെ ബാങ്കിൽ എത്ര പൈസ ഉണ്ടെന്ന് ചെക്ക് ചെയ്ത് പറയുമെന്ന് വെച്ചാൽ ആള് പറയാ ഞാൻ വീട്ടിൽ ചെന്ന് നോക്കിയിട്ട് പറയാന്ന് ഒരാളും പറയില്ല. അവര് സോഫ്റ്റ്വെയർ അവരുടെ ഓഫീസുകളിൽ മാത്രമേ കിട്ടുള്ളൂ. എന്നാൽ ഓരോ കസ്റ്റമർക്കും ഉള്ളത് കൊടുത്തിട്ടുണ്ട്. കസ്റ്റമേഴ്സിന് കസ്റ്റമറുടെ അക്കൗണ്ട് മാത്രം ആക്സസ് ചെയ്യാൻ HDFC ICICI ബാങ്ക് ഒക്കെ അവരുടെ ഒരു സെപ്പറേറ്റ് സെർവർ, അത് കസ്റ്റമർക്ക് കയറി കസ്റ്റമറുടെ ഇൻഫർമേഷൻ കാണും. പക്ഷേ ഒരു സ്റ്റാഫിന് കയറി എല്ലാ ആൾക്കാരെയും കാണാനുള്ളത് എന്തുകൊണ്ടാണ് ബാങ്കുകളിൽ നിന്ന് എവിടെ കൊടുക്കാത്ത? അതിന്റെ സെക്യൂരിറ്റി കൺസേൺ ആണ്. നമ്മൾ ശരിക്കും ബാങ്കിങ് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിന്റെ ആക്സസ് നമ്മുടെ സ്റ്റാഫുകൾക്ക് വീട്ടിൽ പോയാൽ കിട്ടും, പുറത്തു പോയാൽ കിട്ടും എന്നുള്ള രീതി വെച്ച് നോക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ആലോചിക്കേണ്ടത്, നമ്മുടെ ഒരു സ്റ്റാഫ് ഇവിടുന്ന് റിസൈൻ ചെയ്ത് പോയാൽ നമുക്ക് അയാളുടെ യൂസർ ID പാസ്വേഡ് ഒക്കെ ബ്ലോക്ക് ചെയ്തിട്ട് നമുക്ക് ആളെ കൺട്രോൾ ചെയ്യാം. ഇയാൾ പോയോ ഇല്ലയെന്ന് നമുക്കറിയില്ല, 10 ദിവസമായിട്ട് കാണാനില്ല, വരുന്നില്ല. അയാൾ വേറെ സ്ഥലത്ത് ജോയിൻ ചെയ്ത് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും നമ്മളിലേക്ക് വന്ന് പറയാൻ പോണേ ഞാൻ വരുന്നില്ല എന്നുള്ളത്. അപ്പൊ ഇത്രയും സമയം അയാൾക്ക് എന്തെടുക്കാം? ഇതേ ലിങ്കും യൂസർ നെയിം പാസ്വേഡും വെച്ചിട്ട് ഈ സോഫ്റ്റ്വെയർ ആ പറഞ്ഞ കോമ്പറ്റീറ്ററുടെ ഓഫീസിൽ വേണമെങ്കിൽ എടുക്കാം. അല്ലെങ്കിൽ ഈ സ്റ്റാഫ് ഇവിടെ തന്നെ ഇരുന്നുകൊണ്ട് ഇതിന്റെ ഒരു ലിങ്കും യൂസർ നെയിം പാസ്വേഡും വാട്സാപ്പിൽ ഒരാൾക്ക് അയച്ചു കൊടുത്താൽ എവിടെ വേണമെങ്കിലും നമ്മൾ ഇവിടെ അടിക്കുന്ന ആ ഇൻഫർമേഷൻ അപ്പ് വേണമെങ്കിലും പുറത്ത് തുറക്കാൻ പറ്റും, എടുക്കാൻ കിട്ടും. അതുകൊണ്ട് വെബ് ബേസ്ഡ് സോഫ്റ്റ്വെയർ ആണെങ്കിലും പബ്ലിക് ഐപിയില് ഇന്റർനെറ്റിൽ എവിടെ വേണമെങ്കിലും തുറന്നാൽ കിട്ടും എന്നുള്ള രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്ത റിസ്ക് ഉണ്ട്. അത് സോൾവ് ചെയ്യാൻ വഴികളിൽ ഇപ്പൊ ഞാനിവിടെ പറഞ്ഞത് പബ്ലിക് ആക്സസ് ഓഫ് സോഫ്റ്റ്വെയർ ആണ്. പിന്നെ നമ്മുടെ ഇത് അപ്പൊ ഇതിനുള്ള പരിഹാരം എന്താന്നുള്ളതായിരിക്കും. ഇതിനുള്ള പരിഹാരം നമ്മൾ VPN എന്ന് പറയും, വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക്. വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ നമ്മുടെ ഓഫീസിന്റെ ഉള്ളൊരു സെർവർ വെച്ച് 2 കമ്പ്യൂട്ടർ വെച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ സോഫ്റ്റ്വെയർ ഈ സെർവറിൽ ഈ 2 കമ്പ്യൂട്ടറിലേ കിട്ടുള്ളൂ. അതൊരു നെറ്റ്വർക്കാണ്, ഒരു പ്രൈവറ്റ് നെറ്റ്വർക്കാണ്, 3 കമ്പ്യൂട്ടറുള്ള. നമുക്ക് ഇതേപോലെ ഇപ്പോ തൃശ്ശൂർ കഴിഞ്ഞ് എറണാകുളത്ത് ഒരു ബ്രാഞ്ച് ഉണ്ട്. ഇപ്പൊ എറണാകുളത്ത് ഈ സോഫ്റ്റ്വെയർ കിട്ടണമെങ്കിൽ വെർച്വലി നമ്മുടെ ഈ ഓഫീസായിട്ട് ഒരു പ്രൈവറ്റ് നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യണം. അതിന് പ്രത്യേകിച്ച് വലിയൊരു കോസ്റ്റ്ലി ഇതൊന്നും പറയാൻ പറ്റില്ല. നമ്മുടെ സോഫ്റ്റ്വെയർ ഇത്ര ഒരു സംവിധാനമൊക്കെ ഉണ്ടാക്കി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിന് അത്ര ഒരു കോസ്റ്റ്ലി എന്ന് പറയാൻ പറ്റില്ല. എങ്കിൽ അങ്ങനെ ഒരു VPN സിസ്റ്റത്തിൽ കൂടെ ആയിരിക്കണം നിങ്ങളുടെ സോഫ്റ്റ്വെയർ ആക്സസ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ആന്റിവൈറസ്, ഫയർവാളുകൾ, ചിലപ്പോൾ ഫയർവാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെർവറിലേക്ക് ഒരാൾക്ക് പുറത്തുനിന്ന് കയറാം. അതിന്റെ പേര് പോലെ തന്നെയാണ് ഫയർവാൾ. നമ്മുടെ സിസ്റ്റത്തിലേക്ക് പുറത്തുനിന്ന് ആൾക്കാർക്ക് കയറാനുള്ള വഴി അടയ്ക്കാൻ വേണ്ടിയാണ് ഫയർവാൾ എന്ന് പറയുന്നത്. പിന്നെ യൂസർ ഒതന്റിക്കേഷൻ, നമ്മൾ യൂസേഴ്സിന് എന്തെല്ലാം കാര്യങ്ങൾ ആർക്കൊക്കെ ആക്സസ് കൊടുക്കണം, ആർക്കൊക്കെ എന്തൊക്കെ ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട്. പിന്നെ നമ്മൾ പല ഡാറ്റയും റിപ്പോർട്ട്സ് ഒക്കെ എക്സലിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനുള്ള പ്രൊവിഷൻ കൊടുക്കും. പലപ്പോഴും നമ്മൾ പറയേണ്ട അതൊരു എക്സലിലേക്ക് എക്സ്പോർട്ട് ചെയ്ത് റിപ്പോർട്ട് ആക്കിക്കോന്ന് പറയുമ്പോൾ അവിടെ ഒരു പ്രോബ്ലം ഉള്ളത്, നിങ്ങൾക്ക് ഫോൺ നമ്പർ ഒഴിവാക്കിയിട്ടുള്ള റിപ്പോർട്ടുകളെല്ലാം കൊടുക്കുക എക്സലിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ. കാരണം നിങ്ങൾക്ക് ഇന്റേണലി ഒരു ബിസിനസ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോൺ നമ്പറിന്റെ ആവശ്യമില്ല. അത് ഇന്റേണൽ ഫോൺ നമ്പറിന് ആവശ്യമുള്ള റിപ്പോർട്ടുകൾ വളരെ ലിമിറ്റഡ് ആൾക്കാർക്ക് വെക്കുക. അങ്ങനെ ഞാൻ എന്താ വെച്ചാൽ ഈ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ ഡാറ്റ പുറത്തേക്ക് പോകുന്ന കാര്യങ്ങൾ എങ്ങനെ ഒഴിവാക്കാൻ പറ്റുന്നുള്ളതാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ എക്സലിലേക്ക് ഡാറ്റ കൊടുക്കുമ്പോൾ കസ്റ്റമർ റിലേറ്റഡ് ഇൻഫർമേഷൻ ബാക്കിയുള്ള എല്ലാ റിപ്പോർട്ടുകളിൽ നിന്നും ഒഴിവാക്കിയിട്ട് അല്ലാത്ത സാധനങ്ങൾ സെയിൽസ് അനാലിസിസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി എക്സ് എന്ന് പറയുന്ന കസ്റ്റമർ ഇത്ര രൂപ ലോൺ എടുത്തു, ഇത്ര ഇൻട്രസ്റ്റ് അടച്ചു, ഇത്ര ഡ്യൂ ഉണ്ട്, ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് നമ്പറിന്റെ ആവശ്യമില്ല. പിന്നെ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് മാത്രം ആ നമ്പർ റിലേറ്റഡ് ആയിട്ടുള്ള റിപ്പോർട്ട്സിന്റെ ആക്സസ് കൊടുക്കുക. അതാണ് യൂസർ ഒതന്റിക്കേഷനിൽ ഉദ്ദേശിച്ചത്. കൂടാതെ ക്രെഡൻഷ്യൽ ഷെയറിംഗ് എന്നുള്ളത് നമ്മൾ ഈ പാസ്വേഡുകൾ പലതും നോക്കിയാൽ കാണാം, ഒരു ബ്രാഞ്ചിനുള്ള ഒരു യൂസർ നെയിം പാസ്വേഡ് ഉണ്ടാക്കി കൊടുത്താൽ അത് എല്ലാ ആൾക്കാർക്കും ഷെയർ ചെയ്ത് ഉപയോഗിക്കുന്നുണ്ടാവും. നാളെ എന്തെങ്കിലും അവിടെ ഒരു മിസ് ഹാൻഡ്ലിങ് നടന്നു, ഒരു തിരിമറി നടന്നു എന്ന് പറഞ്ഞാൽ ഈ യൂസർ നെയിം പാസ്വേഡ് മാത്രമാണ് നമുക്ക് നാളെ ഒരു സൈബർ സെല്ലിലോ എവിടെയെങ്കിലും കൊടുക്കണമെങ്കിൽ നമ്മുടെ ഏത് യൂസർ നെയിമും പാസ്വേഡ് വെച്ച് കയറി ചിലപ്പോൾ ഇവിടുന്ന് റിസൈൻ ചെയ്ത് 6 മാസം മുമ്പ് പോയ ആളുടെ യൂസർ നെയിം പാസ്വേഡിലായിരിക്കും ഇപ്പോഴും സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ടാവും. അത് കമ്പനിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും യൂസർ നെയിം പാസ്വേഡ് ഒക്കെ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഉണ്ടാക്കാറില്ല, പോയ ആൾക്കാരുടെ പേരിലാണ് ചെയ്യണേ. അതുകൊണ്ടുള്ള ഭവിഷ്യത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നാളെ ഒരു ഇൻസിഡന്റ് വന്നാൽ അന്ന് പോയ ആളുടെ പേരിൽ കേസ് കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം യൂസർ നെയിം പാസ്വേഡ് അയാൾ പോയിട്ട് ഇത്രയും കാലം, അപ്പൊ അയാൾക്ക് ഉത്തരവാദിത്തമില്ല. ഇവിടെയുള്ള ആൾക്കാർ ഞങ്ങളുടെ യൂസർ നെയിം പാസ്വേഡ് അല്ല, അത് പോയ ആളുടെയാണ്, അപ്പൊ ഇവർക്ക് ഉത്തരവാദിത്തമില്ല.
അപ്പോൾ ഈ ക്രെഡൻഷ്യൽ ഷെയർ ചെയ്യുക, യൂസർ നെയിം പാസ്വേഡ് വേറെയുള്ള ആൾക്ക് ഷെയർ ചെയ്യുന്നിടത്ത് വളരെ ശ്രദ്ധിക്കാറുണ്ട്. ഇനി ഹൗ ടു ഫൈൻഡ് ഔട്ട് സിസ്റ്റം, മിസ്യൂസ് ചെയ്യുന്ന സാധനങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതിന് നമുക്ക് കൃത്യമായിട്ടുള്ള ഓഡിറ്റ്, IT-ക്കും നമ്മളിപ്പോ അക്കൗണ്ട്സും കാര്യങ്ങളും ഓഡിറ്റ് ചെയ്യുന്നത് പോലെ നമുക്ക് IT-ക്ക്, അതായത് സോഫ്റ്റ്വെയർ ഓഡിറ്റ് എന്നുള്ളത് നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചിട്ടോ ആലോചിച്ചിട്ടുണ്ടല്ലോ. സോഫ്റ്റ്വെയർ ഓഡിറ്റ് എന്താ? നമ്മുടെ അക്കൗണ്ടന്റ് ആൾക്ക് എന്തൊക്കെ സാധനങ്ങൾ കാണാനുള്ള റൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്, ആൾക്ക് എന്തൊക്കെ സോഫ്റ്റ്വെയറിന് കിട്ടും, നമ്മുടെ കൗണ്ടറിൽ ഇരിക്കുന്ന സ്റ്റാഫിന് എന്തെല്ലാം കാര്യങ്ങളാണ് ആൾക്ക് കൊടുത്തിരിക്കുന്നത്, GM-ന് എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്, MD-ക്ക് എന്തൊക്കെയുള്ളത്. ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം എല്ലാ ആൾക്കാർക്കും ഒരേ ആക്സസ് കൊടുത്ത് എല്ലാം തുറന്നു കിടക്കുന്നുണ്ടാവും. ഇതുകൊണ്ട് തന്നെ പല ഇൻഫർമേഷൻ പുറത്തേക്ക് പോവുകയും അതെല്ലാം പോയി കഴിഞ്ഞിട്ട് നമ്മൾ അറിയുകയും ചെയ്യുന്നത് കൃത്യമായിട്ട് ഒന്നുള്ളത് ആപ്ലിക്കേഷൻ ഓഡിറ്റ് എന്നുള്ള ഉദ്ദേശിച്ചത് ആ സോഫ്റ്റ്വെയറിനെ പീരിയോഡിക്കലി അറ്റ്ലീസ്റ്റ് 6 മന്തിലോ 1 ഇയറിലെങ്കിലും ഓഡിറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം. അതേപോലെ സിസ്റ്റം ഓഡിറ്റ്, നമ്മുടെ കമ്പ്യൂട്ടറിൽ അനാവശ്യമായിട്ടുള്ള കിടക്കുന്ന ഡാറ്റാസ് ഉണ്ടോ, എന്തൊക്കെ ഡാറ്റാസ് ഇമ്പോർട്ട് ചെയ്യുന്നത്, എന്തൊക്കെ ഡാറ്റയാണ് ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. റിമോട്ട് മോണിറ്ററിംഗ് എന്നുള്ളത് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് എവിടെ ഇരുന്നുകൊണ്ടും നിങ്ങളുടെ യൂസേഴ്സിന്റെ അല്ലെങ്കിൽ ബ്രാഞ്ചിലിരിക്കുന്ന കമ്പ്യൂട്ടറുകൾ റിമോട്ട്ലി കാണാനുള്ള സംവിധാനം ഉണ്ട്. അവർ എന്ത് കമ്പ്യൂട്ടറിൽ ചെയ്യണു എന്നുള്ളത് ആവശ്യമാണെന്നാണെങ്കിൽ അത് കാണാനുള്ള സംവിധാനങ്ങളുണ്ട്. പിന്നെ ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ പ്രൊട്ടക്ഷൻ ഓഫ് ഡാറ്റ ലീക്കേജ്, ഡാറ്റ ലീക്ക്, ഡാറ്റ നമ്മുടെ നിന്ന് പോകുന്നത് എങ്ങനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്നുള്ളതിന് ഒരു കാര്യം നേരത്തെ പറഞ്ഞു, ഫയർവാൾ, നമുക്കൊരു പ്രോപ്പർ ഫയർവാൾ ഇംപ്ലിമെന്റ് ചെയ്യുക. അതുപോലെ VPN പറഞ്ഞു, നമ്മുടെ സോഫ്റ്റ്വെയർ പുറത്തുനിന്ന് കിട്ടുന്നത് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് VPN കൊണ്ടുവരാം. പിന്നെ പല കമ്പ്യൂട്ടറുകളിലും നമുക്ക് പെൻഡ്രൈവ് കുത്താനുള്ള സംവിധാനങ്ങൾ ഒരുപാട് ലാപ്ടോപ്പിലും കമ്പ്യൂട്ടറിലൊക്കെ ഉണ്ട്. ഈ പെൻഡ്രൈവ് കുത്താനുള്ളത് ബ്ലോക്ക് ചെയ്യണം. അതിന് പ്രോഗ്രാം തന്നെ അവൈലബിൾ ആണ്, USB ബ്ലോക്ക് ചെയ്യാനുള്ള പ്രോഗ്രാം അവൈലബിൾ ആണ്. അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പെൻഡ്രൈവ് കുത്തിയിട്ട് അത് കൂടെ ഒരു ഡാറ്റയും കൊണ്ടല്ലോ. നമ്മളിപ്പോ ഇന്നത്തെ കാലത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, എല്ലാ ആൾക്കാരെയും മൊബൈൽ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരത് കൊണ്ടുവന്ന് കമ്പ്യൂട്ടറിലും ലാപ്ടോപ്പിലും കണക്ട് ചെയ്യും. പേഴ്സണൽ മൊബൈൽ ഈ ലാപ്ടോപ്പിൽ കൊണ്ടുവന്ന് കണക്ട് ചെയ്യും. ഇവരുടെ മൊബൈലിൽ കൂടെ എന്തൊക്കെ ഡാറ്റ ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്, അതിൽ എന്തൊക്കെ വൈറസ് ഉണ്ടെന്ന് നമുക്കറിയില്ല. മൊബൈലിൽ ഈ ചാർജ് ചെയ്യാൻ വേണ്ടി കുത്തണ ഇത് മതി മൊബൈലിലുള്ള വൈറസ് സിസ്റ്റത്തിലേക്ക് വരാൻ. അപ്പോ ഈ USB ബ്ലോക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ചാർജ് കയറിക്കോളും, പവർ കയറാതെ കയറിക്കോളും, പക്ഷെ ഡാറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ ഇതിലൂടെ ട്രാൻസ്ഫർ ആവില്ല. അതുകൊണ്ട് നമുക്ക് USB ബ്ലോക്കിംഗ് എന്നുള്ളത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതേപോലെ ഇന്റർനെറ്റ് റെസ്ട്രിക്ഷൻ, എല്ലാ ആൾക്കാർക്കും ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മാസം അവസാനം ആകുമ്പോഴേക്ക് പറയും ഇന്റർനെറ്റ് സ്ലോ ആണെന്ന്. മാസം ആദ്യം എല്ലാവരും ഇന്റർനെറ്റ് നല്ല സ്പീഡായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്റർനെറ്റ് നമുക്ക് 10 Mbps 50 Mbps ഒക്കെ സ്പീഡ് പറയുമ്പോഴും അവിടെ ഒരു ലിമിറ്റ് ഉള്ളത്, ഇത്ര GB കഴിഞ്ഞു കഴിഞ്ഞാൽ ആ MBPS സ്പീഡ് കുറയും. അപ്പോൾ നമുക്ക് നമ്മുടെ ബ്രാഞ്ചുകളിൽ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നതിൽ ഒരു റെസ്ട്രിക്ഷൻ ഇല്ലെങ്കിൽ ആൾക്കാർക്ക് യൂട്യൂബും ഫേസ്ബുക്കും വാട്സാപ്പും വീഡിയോസും എല്ലാം എടുക്കാവുന്ന രീതിയിലാണ് കിടക്കണമെങ്കിൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഇനീഷ്യലി ഉള്ള ഒരു 1, 2, 3 ആഴ്ചയും കൊണ്ട് ഇന്റർനെറ്റ് ഇതൊക്കെ കണ്ടങ്ങോട്ട് തീരും. പിന്നുള്ള അപ്പൊ നമുക്ക് അലോട്ട് ചെയ്ത സ്പീഡ് കഴിഞ്ഞു, പിന്നുള്ള ദിവസങ്ങളിൽ സ്ലോ ആയിരിക്കും. അപ്പൊ നമ്മൾ മാസാവസാനം ബിസിനസിന്റെ കാര്യം ചോദിക്കുമ്പോൾ ഇന്റർനെറ്റ് സ്ലോ ആണ്, അപ്പൊ ഇന്റർനെറ്റിന്റെ സ്പീഡ് കൂട്ടും. അപ്പോ ഇന്റർനെറ്റ് ആവശ്യത്തിനുള്ള ആളുകൾക്ക് മാത്രം ആവശ്യമുള്ള വെബ്സൈറ്റുകൾ മാത്രമേ ബ്രാഞ്ചിൽ കിട്ടാവുന്നുള്ളൂ എന്നുള്ള രീതിയിൽ ഒരു ഇന്റർനെറ്റ് റെസ്ട്രിക്ഷൻ നമ്മുടെ ഓഫീസിൽ കൊണ്ടുവരേണ്ടതാണ്. അതേപോലെ ഇമെയിൽ കൺട്രോൾ എന്നുള്ളത്, ഇമെയിൽ എല്ലാവരും ഒരു Gmail ID ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കുന്ന സിസ്റ്റം ഒക്കെ ഉണ്ടെങ്കിൽ മാറ്റിയിട്ട് ഒഫീഷ്യൽ ഇമെയിൽ, നമ്മുടെ കമ്പനിയുടെ പേരുള്ള ഒഫീഷ്യൽ ഇമെയിലിടെ മാത്രം ചെയ്യാം. അതുപോലെ സോഷ്യൽ മീഡിയ കൺട്രോൾ എന്നുള്ളത് നമുക്ക് ബ്രാഞ്ചുകളുടെ ആവശ്യത്തിന് സോഷ്യൽ മീഡിയയുടെ ഉപയോഗം കൊണ്ടുവരാം. കാരണം ഇന്നത്തെ കാലത്ത് നമ്മുടെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ നമുക്ക് സോഷ്യൽ മീഡിയ ഉണ്ടായേ പറ്റൂ. പക്ഷെ അതിൻ്റെ ഉള്ളിലൂടെ കമ്പനിയുടെ റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊക്കെ ഇൻഫർമേഷൻസ് ഇടാൻ പാടില്ല എന്നുള്ളത് കൃത്യമായിട്ടൊരു സിസ്റ്റം നമ്മുടെ ഉണ്ടായിരിക്കണം. നമ്മൾ നേരത്തെ ഈ വെണ്ടറുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ സോഫ്റ്റ്വെയറിന്റെ ആണെങ്കിലും ഹാർഡ്വെയറിന്റെ ഏതിന്റെ ആണെങ്കിലും ഒരു വെണ്ടറായിട്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു എഗ്രിമെന്റ്, അതായത് ഒരു 500 രൂപയുടെ ഒരു മുദ്ര പേപ്പറിൽ എഴുതി ഒപ്പിടണം എന്ന് പറയുമ്പോൾ ഈ സോഫ്റ്റ്വെയർ വെണ്ടർക്ക് ഒന്ന് ചില കാര്യങ്ങളൊന്നും ആലോചിക്കും. നമ്മൾ ആ എഗ്രിമെന്റ് പ്രകാരം ഇങ്ങനെ ചെയ്ത എഗ്രിമെന്റ് പ്രകാരം ഇങ്ങനെയെന്ന് പറയുമ്പോൾ അവിടെ മറ്റെന്ന് വെച്ചാൽ ഒരു പർച്ചേസ് ഓർഡർ കൊടുത്തു പൈസ തന്നു, അതിന് ഒരു പ്രോപ്പർ എഗ്രിമെന്റ് ഏത് സോഫ്റ്റ്വെയർ ചെയ്യുമ്പോൾ അതിന്റെ കൂടെ ചെയ്യേണ്ടതാണ്. അതിൽ ഒന്നുള്ള SLA ആണ്, സർവീസ് ലെവൽ എഗ്രിമെന്റ്. അവരുടെ സർവീസ് എങ്ങനെയായിരിക്കും, എത്ര സമയത്തിനുള്ള ഒരു ഇഷ്യൂ വന്നാൽ അവരത് സോൾവ് ചെയ്യും, മേജർ ഇഷ്യൂ ആണെങ്കിൽ എത്ര ദിവസം കൊണ്ട് സോൾവ് ചെയ്യും. അതേപോലെ അവര് എസ്കലേഷൻ, ഒരു സ്റ്റാഫിന്റെ ലെവലിൽ നടക്കുന്നില്ലെങ്കിൽ അടുത്ത് വിളിക്കേണ്ട ആരെയാണ്. ഈ രീതിയിൽ ഒരു എസ്കലേഷൻ മെട്രിക്സ് എന്നൊക്കെ ഉള്ള ഒരു സർവീസ് ലെവൽ എഗ്രിമെന്റ്. നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരുപാട് ബിസിനസ് ട്രിക്കുകളും ഒരുപാട് ബിസിനസ് കാര്യങ്ങളും നമ്മൾ ഇവരായിട്ട് സംസാരിക്കുന്നുണ്ടാവും.
ഇത് വേറൊരു സ്ഥലത്ത് പോയിട്ട് നമ്മുടെ കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യാനോ നമ്മുടെ ഡാറ്റയോ ഒരു ഫോർമാറ്റിൽ ഒരു സ്ഥലത്തും യൂസ് ചെയ്യാൻ പാടില്ല. ഇന്ന കമ്പനിയിൽ ഇങ്ങനെ ചെയ്തിരുന്നു, ഇന്ന കമ്പനി അങ്ങനെ ചെയ്യാതിരിക്കാൻ ഇതിനുള്ള ഒരു എഗ്രിമെന്റ് ആണ് നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെന്റ്. പിന്നെ നമ്മുടെ സോഫ്റ്റ്വെയറിൽ അഡീഷണൽ റിക്വയർമെന്റോ അഡീഷണൽ ബ്രാഞ്ചോ വരുമ്പോൾ എന്തായിരിക്കും എന്നുള്ളതിനെ പറ്റി എഗ്രിമെന്റിൽ കൃത്യമായിട്ട് കവർ ചെയ്ത് എഗ്രിമെന്റിൽ എഴുതിയിട്ടുണ്ടാവണം. AMC ടേംസ് എങ്ങനെയായിരിക്കും, ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട്, അതിന് എത്ര പെർസെൻറ്റേജ് ആയിരിക്കും ചാർജ് ചെയ്യാം. പലപ്പോഴും നമ്മൾ കാണാറുണ്ട് സോഫ്റ്റ്വെയർ തരുന്ന ആൾ തന്നെ ക്ലൗഡും കൂടി ആള് തന്നെ എടുക്കും. എന്നിട്ട് ആള് പറയും എൻ്റെ തന്നെയാണ് ക്ലൗഡ് സെർവർ, എൻ്റെ തന്നെയാണ് സോഫ്റ്റ്വെയർ എന്നുള്ളത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ രണ്ടായിട്ട് നിർത്തണം. ക്ലൗഡിന്റെ കാര്യം സെപ്പറേറ്റ് ആയിട്ട് അതിന്റെ പേയ്മെന്റ് ആണെന്നാണെങ്കിലും അത് സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ സ്ഥാപനമായിട്ടുള്ള ഒരു എഗ്രിമെന്റിലായിരിക്കണം ക്ലൗഡ് എടുക്കേണ്ടത്. സോഫ്റ്റ്വെയർ വെണ്ടർ സോഫ്റ്റ്വെയർ തരിക, ക്ലൗഡിന് വേറെ സംവിധാനം തന്നെ ചെയ്യുന്നതാണ് എപ്പോഴും ബെസ്റ്റ്. പിന്നെ കൃത്യമായിട്ടുള്ള പേയ്മെന്റ് ടേംസ് എങ്ങനെയാണെന്നുള്ളത് പേയ്മെന്റ് ടേംസ് എഴുതിയിട്ടുണ്ടാവണം. കോൺഫിഡൻഷ്യാലിറ്റി, ഇൻ കേസ് നമ്മൾ ഇവരുടെ നിന്ന് എക്സിറ്റ് ചെയ്യുകയാണെങ്കിൽ, ഈ സോഫ്റ്റ്വെയർ നമ്മൾ മാറുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഇതിന്റെ ടേംസ്. സോഫ്റ്റ്വെയർ മാറുകയാണെങ്കിൽ അത് എക്സിറ്റ് ചെയ്യാൻ നമുക്ക് എന്തെങ്കിലും കാര്യം കൊണ്ട് ജോയിന്റ്ലി മുന്നോട്ട് പോകാൻ പറ്റില്ലെങ്കിൽ എങ്ങനെ നമുക്ക് എക്സിറ്റ് ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചുള്ള വളരെ വിശദമായിട്ടുള്ള ഒരു എഗ്രിമെന്റ് സോഫ്റ്റ്വെയർ വെണ്ടറായിട്ട് ചെയ്യേണ്ടതാണ്. പിന്നെ അടുത്ത് പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു സോഫ്റ്റ്വെയറിലേക്ക് എത്തുമ്പോൾ നമ്മുടെ എക്സാക്ട് റിക്വയർമെന്റ് എന്താന്നുള്ളത് അറിഞ്ഞതിന് ശേഷം പുതിയൊരു സ്ഥാപനം തുടങ്ങുന്ന ആളോ അല്ല പുതുതായിട്ട് ഒരു സോഫ്റ്റ്വെയർ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളോ എക്സിസ്റ്റിംഗ് സോഫ്റ്റ്വെയർ മാറ്റാൻ ഉദ്ദേശിക്കുന്ന ആളോ ഉണ്ടെങ്കിൽ അവര് പ്രോപ്പർ ബിസിനസ് റിക്വയർമെന്റ് ഡോക്യുമെന്റ്, എനിക്ക് ഇന്ന ടൈപ്പ് ഒക്കെ ലോണുകൾ ഉണ്ട്, എനിക്ക് ഇന്ന അതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ചെയ്യും. അതിനൊരു പ്രോസസ് ഫ്ലോ ഉണ്ടാക്കുക. എന്റെ ഇൻട്രസ്റ്റ് പേയ്മെന്റ് ഇന്ന മെത്തേഡുകളൊക്കെ എന്നുള്ള പ്രോസസ് ഫ്ലോ, നമുക്ക് എന്തൊക്കെ റിപ്പോർട്ട്സ് ആവശ്യമുണ്ടെന്നുള്ള അതിന്റെ ഫോർമാറ്റുകൾ, പിന്നെ കഴിയുന്ന അത്ര സ്റ്റാൻഡേർഡ് പ്രാക്ടീസുകൾ ഉപയോഗിക്കുക. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സോഫ്റ്റ്വെയർ നേരത്തെ ഞാൻ പറഞ്ഞത് ഫുള്ളായിട്ട് ടെസ്റ്റ് ചെയ്യണമെന്ന്. അതാണ് പ്രോപ്പർ UAT എന്ന് എഴുതിയിരിക്കണം, പ്രോപ്പർ യൂസർ ആക്സെപ്റ്റൻസ് ടെസ്റ്റ്. ഇതൊക്കെ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ടെർമിനോളജി എല്ലാം അങ്ങനെ ഇട്ടതാണ്. പ്രോപ്പർ യൂസർ ആക്സെപ്റ്റൻസ് ടെസ്റ്റ് സൈൻ ഓഫ് ചെയ്തതിന് ശേഷം വേണം നമുക്കൊരു റിക്വയർമെന്റ് നമ്മൾ ഫൈനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഹൗ ടു കണ്ടക്ട് UAT എന്നുള്ളതാണ്. ഓരോ ബിസിനസ് പ്രോസസ്സ് ചെയ്യുന്ന ആളുടെ അടുത്ത് നിന്നും പ്രോപ്പർ ട്രെയിനിങ് കൊടുത്ത്, ഇപ്പൊ നമ്മളൊരു ലോൺ ആണെന്നാണെങ്കിൽ ആ ലോണിന് ഒരുപാട് സിനാരിയോസ് ഉണ്ട്. 30 days കഴിഞ്ഞ് ഇൻട്രസ്റ്റ് ജമ്പ് ആവണം, 60th ഡേറ്റ് ആകുമ്പോൾ ഇതാവണം, 60ാമത്തെ ദിവസമായിട്ടും പൈസ ഒന്നും അടച്ചിട്ടില്ലെങ്കിൽ അതിൽ പിന്നെ അഡീഷണൽ ഇൻട്രസ്റ്റ് എടുക്കണ്ടല്ലോ, അത് ഇങ്ങനെ ആയിരിക്കണം. ഇങ്ങനത്തെ കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് ആ സിനാരിയോസ് എല്ലാം ടെസ്റ്റ് ചെയ്ത് ആ ടെസ്റ്റ് ചെയ്തതിന്റെ ഒരു ഡോക്യുമെന്റ് ഉണ്ടാക്കി ഇന്ന ഡേറ്റിൽ ഇത് ടെസ്റ്റ് ചെയ്തപ്പോൾ ഇതെല്ലാം കറക്റ്റ് ആയിരുന്നു എന്നും പറഞ്ഞ് അങ്ങനെയാണത് അതിന്റെ UAT പ്രോസസ്സ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ആ സോഫ്റ്റ്വെയറിന്റെ ഒരു സൈഡിൽ നിന്ന് മാറി, കാരണം നമ്മുടെ സമയം ഇതുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് വേറെ സൈഡിലേക്ക് വരികയാണ്. നമ്മളെല്ലാവരും കാണുന്ന വേറൊരു കാര്യമാണ്, നമുക്കൊക്കെ ഒരു വെബ്സൈറ്റ് ഉണ്ടാവും, അതിനൊരു ഡൊമൈന്, ഇമെയില്, അതിന്റെ ഒരു സെർവർ, ഇങ്ങനെ കാര്യങ്ങൾ. ഈ ഡൊമൈൻ്റെ ഓണർഷിപ്പ് പലപ്പോഴും ഒരു 90% ആളുകളുടെ കയ്യിലും ഈ ഡൊമൈൻ്റെ ഓണർഷിപ്പ് ഉണ്ടാവില്ല. ഒരാളെ വെബ്സൈറ്റ് ചെയ്യാൻ ഏൽപ്പിക്കും, അയാളുടെ കയ്യിലായിരിക്കും ഇതിന്റെ ഡൊമൈൻ്റെ യൂസർ നെയിമും പാസ്വേഡ് ഒക്കെ ഉണ്ടാവുക. അത് കഴിഞ്ഞ് അടുത്ത കൊല്ലം റിന്യൂവൽ ആവാൻ വേണ്ടി അയാളെ വിളിച്ചു നോക്കുമ്പോൾ അയാളുടെ ഫോൺ കിട്ടിയില്ല, അത് സ്വിച്ച് ഓഫ് ആയിരുന്നു, ആള് പോയി എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സൈറ്റ് കളഞ്ഞ് വേറെ സൈറ്റ് ചെയ്യാൻ നിൽക്കും. അപ്പോൾ അർജന്റായിട്ട് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ടെന്നാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഡൊമൈൻ ഉണ്ടെങ്കിൽ അതിന്റെ ഓണർഷിപ്പ് നിങ്ങളുടെ പേരിലാക്കുകയും അതിന്റെ ക്രെഡൻഷ്യൽ, അതിന്റെ യൂസർ നെയിം പാസ്വേഡും വാങ്ങി വെക്കുകയും ചെയ്യാം. ഇതില്ലെന്ന് വെച്ചാൽ വേറെ ആളുടെ പറമ്പിൽ നമ്മൾ കൃഷി ചെയ്യണ പോലെ ആയിരിക്കും. കാരണം നമ്മുടെ ഡൊമൈൻ ആണെങ്കിൽ അതിന്റെ ആധാരം പോലുള്ളതാണ് അതിന്റെ യൂസർ നെയിം പാസ്വേഡ് കയ്യിൽ വെക്കുക. അതേപോലെ നമ്മൾ ഈ വെബ്സൈറ്റ് ഇട്ടിരിക്കുന്ന സെർവറിന്റെ ക്രെഡൻഷ്യൽ കയ്യിൽ വെക്കുക. അതുപോലെ ഇമെയിലുകൾ, ഒഫീഷ്യൽ ഇമെയിലുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കൺട്രോൾ കയ്യിൽ വെച്ചാൽ മതി, വേറെ ഉപയോഗിക്കുന്ന കാര്യം വേണമെങ്കിൽ ചെയ്തോട്ടെ. അതേപോലെ സോഷ്യൽ മീഡിയയിൽ നമ്മളിപ്പോ ഒരു ഏജന്റിനെ ആരെങ്കിലും വിളിച്ചിട്ട് പറയും എനിക്ക് ഫേസ്ബുക്കിൽ പ്രൊമോഷൻ ചെയ്യണം എന്ന് പറയുമ്പോൾ ആളുടെ സൈഡിൽ നിന്ന് ഒരു പേജ് ഉണ്ടാക്കിയിട്ട് അതിന്റെ പാസ്വേഡും കയ്യിൽ വെച്ച് നമുക്ക് കുറെ പ്രൊമോഷൻ ചെയ്ത് പോയിട്ടുണ്ടാവും. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റാഗ്രാം ആയാലും ഏതിൽ ചെയ്യുകയാണെങ്കിലും ഇതിന്റെയൊക്കെ ഒരു ക്രെഡൻഷ്യൽ, അതിന്റെ ലോഗിനും കാര്യങ്ങളും നമ്മുടെ ബിസിനസ് ഓണറുടെ കയ്യിൽ, ഉത്തരവാദിത്തപ്പെട്ട ഒരാളുടെ കയ്യിലായിരിക്കണം ഇരിക്കേണ്ടത്. പിന്നെ നമ്മൾ ഒരു പ്രോപ്പർ സെക്യൂരിറ്റി മെഷേഴ്സ് എന്ത് ചെയ്യണം എന്ന് നോക്കിയാൽ നമ്മുടെ ഡാറ്റ ഉപയോഗിക്കുന്നതിലൊക്കെ ഒരു കൺട്രോള്, നമ്മുടെ കയ്യിൽ ഒരുപാട് ഇൻഫർമേഷൻ നമ്മുടെ കമ്പ്യൂട്ടറിൽ കിടക്കുന്നുണ്ട്. അതിൽ നമുക്ക് രണ്ട് രീതിയിലുള്ള, അതായത് ഇപ്പൊ നമ്മൾ കമ്പ്യൂട്ടർ ലോഗിൻ ചെയ്യുമ്പോൾ ഒരു യൂസർ നെയിം പാസ്വേഡ് ഇരിക്കും. കമ്പ്യൂട്ടർ ലോഗിൻ ചെയ്യുമ്പോൾ അവിടെ അഡ്മിനിസ്ട്രേറ്റർ യൂസർ നെയിം പാസ്വേഡും നോർമൽ യൂസർ നെയിം പാസ്വേഡും ഉണ്ട്. അങ്ങനത്തെ സിസ്റ്റം കൊടുത്തിട്ട് ആവശ്യമില്ലാത്ത ഡാറ്റ എല്ലാവർക്കും കാണേണ്ട രീതി മാറ്റി ആവശ്യമുള്ള അവർക്ക് വർക്ക് ചെയ്യേണ്ട ഡാറ്റ മാത്രം അവർക്ക് കിട്ടിയാൽ മതി എന്നുള്ള രീതിയിലാക്കുക.
പിന്നെ ഈ നമ്മുടെ ഡാറ്റ എല്ലാം മാനേജ് ചെയ്യാൻ വേണ്ടി ഒരു ഉത്തരവാദിത്വം ഒരാൾക്ക് കൊടുക്കുക. അതേപോലെ നമ്മുടെ നമ്മുടെ ഓഫീസിൽ ഇരിക്കുന്ന സെർവർ ആണെങ്കിലും ക്ലൗഡിൽ ഇരിക്കുന്ന സെർവർ ആണെങ്കിലും ഇതിന്റെയൊക്കെ ഡാറ്റയുടെ ഒരു ബാക്കപ്പ്. ഇപ്പോൾ പലപ്പോഴും നമ്മൾ നോക്കിയാൽ കാണാറ് ലാപ്ടോപ്പിലും കമ്പ്യൂട്ടറിലായിട്ട് ഒരുപാട് ഇൻഫർമേഷൻ ഇരിക്കുന്നുണ്ടാവും. ഇത് വേറൊരു സ്ഥലത്തും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മൾ ഇങ്ങനെ ആലോചിക്കുക, നിങ്ങൾ ചെയ്യുന്ന ബിസിനസിന്റെ നിങ്ങളുടെ ഓഫീസിൽ ഒരു സെർവർ ഉണ്ട്, ഇതിന്റെ ഡാറ്റ ആ സെർവറിലിരിക്കുന്നത്. അപ്പൊ നമ്മൾ മാക്സിമം ചെയ്തിട്ടുണ്ടാവുക അവിടെ തന്നെ ഒരു പെൻ ഡ്രൈവിലോ ഒരു ഹാർഡ് ഡിസ്കിലോ ഈ ഡാറ്റ കോപ്പി ചെയ്തിട്ട് ആ സെർവറിൽ ഇരിക്കുന്ന മേശയിൽ തന്നെ അതിന്റെ ട്രോള് വെച്ചിട്ടുണ്ടാവും. ഇതിനെ കൊണ്ട് നമ്മുടെ ഡാറ്റ സെക്യൂർഡ് ആവില്ല. നമ്മൾ ഈ ഓഫീസിലല്ലാതെ വേറൊരു സ്ഥലത്ത് നമ്മുടെ വളരെ ക്രിട്ടിക്കൽ ആയിട്ട് ഡാറ്റ മെയിൻറ്റെയിൻ ചെയ്തേ പറ്റൂ. ഇപ്പൊ ആ ഓഫീസിന് എന്തെങ്കിലും സംഭവിച്ചു, നമുക്ക് ബാക്കിയൊക്കെ പർച്ചേസ് ചെയ്ത് വാങ്ങിക്കാൻ ഇതൊക്കെ പറ്റും, പക്ഷേ ഈ ഡാറ്റ രണ്ടാമത് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ഡാറ്റ വേറൊരു ജോഗ്രഫിക്കലി വേറൊരു സ്ഥലത്ത് തന്നെ, ഇപ്പൊ അറ്റ്ലീസ്റ്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലൗഡ് സ്പേസ് എടുത്തിട്ട് എവിടെയെങ്കിലും ബാക്കപ്പ് ചെയ്തു വെക്കണം. ഇപ്പൊ മൈക്രോസോഫ്റ്റിന്റെ ഒക്കെ പിന്നെ വൺ ഡ്രൈവ് എന്ന് പറയുന്ന ഒരു ഡ്രൈവ് ഇത് നമുക്ക് കിട്ടും. എനിക്ക് തോന്നുന്നു 3000 രൂപ എങ്ങാണ്ട് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 3500 രൂപ സ്പെൻഡ് ചെയ്ത 1 TB 1000 GB സ്പേസ് നമുക്ക് ഒരു വർഷത്തേക്ക് കിട്ടും. നമുക്ക് എന്തൊക്കെ ഇമ്പോർട്ടന്റ് ഡാറ്റ ഉണ്ട് അതൊക്കെ അതിലേക്ക് ബാക്കപ്പ് ചെയ്യാവുന്നുള്ളൂ. പിന്നെ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ഹാർഡ് ഡിസ്ക്, മെമ്മറി കാർഡ്, ഇങ്ങനെ ഡാറ്റ ഉള്ള ഒരു സാധനവും കഴിയുന്ന അത്ര പുറത്തേക്ക് കൊടുക്കാതിരിക്കും. ഇപ്പൊ ഒരു സിസ്റ്റം സർവീസിന് കൊണ്ടുപോകുമ്പോൾ പോലും വലിയ കോർപ്പറേറ്റ് കമ്പനികളൊന്നും തന്നെ ഹാർഡ് ഡിസ്ക് കൊടുക്കില്ല. ഹാർഡ് ഡിസ്ക് ഊരി വെച്ചിട്ട് സിസ്റ്റം കൊണ്ടുപോകാൻ പറയും സർവീസിന്. ഹാർഡ് ഡിസ്ക് റിലേറ്റഡ് വല്ല സർവീസ് ചെയ്യാണെങ്കിൽ ഓഫീസിൽ ഒന്ന് ചെയ്താൽ മതി. നമ്മുടെ കമ്പനിയുടെ ഉള്ളിൽ ഒരുപാട് ഇൻഫർമേഷൻ ആണ് ഈ കമ്പ്യൂട്ടറിന്റെ കൂടെ പുറത്തോട്ട് പോണത്. പിന്നെ അതൊരു ജനറലി പറഞ്ഞാണ്, ഇപ്പൊ നമ്മളൊരു മൊബൈലൊക്കെ വിൽക്കുകയാണെങ്കിൽ ഒരിക്കലും അതിന്റെ ഉള്ളിലുള്ള മെമ്മറി കാർഡ് ഒന്നും ഊരി വയ്ക്കുക, കൊടുക്കാതിരിക്കുക. പേഴ്സണൽ സിസ്റ്റം ഒക്കെ പലർക്കും സർവീസിന് കൊടുക്കാനും വിത്തൗട്ട് ഹാർഡ് ഡിസ്ക് കൊടുക്കുക എന്നുള്ളത്. ഇതൊക്കെ നമ്മൾ ഡാറ്റയുടെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് നേരത്തെ പറഞ്ഞ തന്നെയാണ്. പാസ്വേഡ് സ്ട്രോങ് പാസ്വേഡ് ആയിരിക്കണം, USB കാര്യങ്ങളൊക്കെ ബ്ലോക്ക് ചെയ്യണം എന്നുള്ളതൊക്കെ. അതേപോലെ റാൻസം വെയർ പോലെയുള്ള, ഇപ്പൊ നമ്മൾ പ്രോപ്പർ ആന്റിവൈറസോ ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഇതേപോലെയുള്ള അറ്റാക്കുകൾ, അതായത് പലരും കേട്ടിട്ടുണ്ടാവും ബിറ്റ് കോയിൻ ചോദിക്കും, ഡാറ്റ എല്ലാം എൻക്രിപ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിന് പ്രോപ്പർ ആയിട്ടുള്ള ആന്റിവൈറസ്, പലപ്പോഴും സംഭവിക്കാറ് കമ്പ്യൂട്ടർ വാങ്ങും ബാക്കിയൊക്കെ ചെയ്യും, പക്ഷെ അതിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ആന്റിവൈറസ് ഇൻസ്റ്റാൾ ചെയ്യാത്തതുകൊണ്ട് കയറി വന്നു കഴിഞ്ഞാൽ ഒരു വർഷത്തേക്ക് 300 രൂപയുടെ അടുത്താണ് ഒരു സിസ്റ്റത്തിനുള്ള ആന്റിവൈറസിന്റെ കോസ്റ്റ് വരുന്നത്. പക്ഷെ അത് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റം എത്രത്തോളം പ്രൊട്ടക്റ്റഡ് ആവുന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പൊ നമുക്ക് വേണ്ട നമ്മുടെ ആവശ്യം നടക്കാവുന്ന ഏറ്റവും ലോ കോസ്റ്റ് ആയിട്ടുള്ളത് എന്ന പർപ്പസ് മീറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ആന്റിവൈറസുകളും കാര്യങ്ങളും നമ്മൾ തീർച്ചയായിട്ടും ഉപയോഗിക്കണം. പിന്നെ നമ്മൾ IT അസറ്റോ അല്ലെങ്കിൽ ഒരു എന്ത് സാധനം വാങ്ങിക്കാകുമ്പോൾ ആ വെണ്ടറുടെ മാർക്കറ്റിലുള്ള പ്രസൻസ്, അവരുടെ ഡൊമൈൻ എക്സ്പീരിയൻസ്, അവര് ഏത് ബ്രാൻഡ് പ്രൊഡക്റ്റാണ് ചെയ്യുന്നത്, അവര് നമുക്ക് തരുന്ന പ്രൊഡക്റ്റ് OEM ആ ആളുമായിട്ടുള്ള എഗ്രിമെന്റ് എത്ര കാലമായിട്ട് ഓരോ പ്രൊഡക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇന്റേണലി ഒരു IT സാധനം വാങ്ങിക്കണമെങ്കിൽ അതിനൊരു IT റിക്വസ്റ്റ് ഫോം വെക്കുക. ഇന്ന സാധനം വാങ്ങിക്കണമെങ്കിൽ സ്റ്റാഫിന്റെ അടുത്ത് പറയാ, ഈ റിക്വസ്റ്റ് ഫോം എഴുതി. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയാം അവിടെ ഇരിക്കുന്ന നെറ്റ്വർക്ക് സ്വിച്ച് കംപ്ലൈന്റ് ആയി, പുതിയ സ്വിച്ച് വാങ്ങണം. അപ്പോ ഒരു IT റിക്വസ്റ്റ് ഫോമാണ് നമ്മൾ അതിൽ എഴുതേണ്ട കോളംസ്. ഈ പറയണം സ്വിച്ച് കേടായി, ഇപ്പൊ ഉള്ള പഴയ സ്വിച്ച് എന്ത് ചെയ്യും? കാരണം 4 പോർട്ടുള്ള ഒരു സ്വിച്ചിൽ ഒരു പോർട്ടായിരിക്കും പോയിട്ടുണ്ടാവുക, 3 പോർട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പലപ്പോഴും കാണുന്ന ആ ഒരു പോർട്ട് കംപ്ലൈന്റ് പറഞ്ഞാൽ സ്വിച്ച് കളയും. അത് നമുക്ക് 3 കമ്പ്യൂട്ടറിലെ വേറെ സ്ഥലത്ത് ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ അങ്ങനെ നമ്മൾ ഡാമേജ് എന്ന് പറഞ്ഞ മാറ്റുന്ന സാധനവും നമുക്കത് ഉപയോഗിക്കാൻ പറ്റണമെന്നുള്ളത് നോക്കുക. അതേപോലെ തന്നെ ഡാറ്റ ബാക്കപ്പ് ഞാൻ നേരത്തെ പറഞ്ഞു. നമ്മൾ ഓഫീസിലുള്ള നമ്മുടെ ബിസിനസ് ഡാറ്റ, നമ്മുടെ സോഫ്റ്റ്വെയറിന്റെ ഡാറ്റ ആണെങ്കിലും വേർഡ്, എക്സൽ, പവർ പോയിന്റ് ഇങ്ങനത്തെ ഡാറ്റ ആണെങ്കിലും മിനിമം 1-2 സ്ഥലങ്ങളിലെങ്കിലും മാറ്റി സൂക്ഷിക്കണം എന്നാണ്. ഇനി ഈ ഡാറ്റ സൂക്ഷിക്കുന്നത് തന്നെ നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, ബാക്കപ്പ് എടുത്തു എന്ന് പറയും. സോഫ്റ്റ്വെയറിന്റെ ബാക്കപ്പ് എടുത്തു എന്ന് പറയും. ഇന്ന് വരെ ഈ സോഫ്റ്റ്വെയറിന്റെ ബാക്കപ്പ് ആരെങ്കിലും റീസ്റ്റോർ ചെയ്ത് നോക്കിയിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഒരു 95% 99% റീസ്റ്റോർ ചെയ്യണം. അങ്ങനെ ഒരു സാഹചര്യം വന്നിട്ടില്ല എന്നാ പറയാ. അങ്ങനെ റീസ്റ്റോർ ചെയ്യുമ്പോൾ എത്രയോ സ്ഥലത്ത് റീസ്റ്റോർ ചെയ്യാൻ പറ്റുന്നില്ല, ഈ എല്ലാ ദിവസവും എടുത്തു വെക്കുന്ന ഡാറ്റയ്ക്ക് പ്രോബ്ലം ഉണ്ടായിരുന്നു എന്നുള്ളതില് അങ്ങനെ എത്രയോ സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഡാറ്റ ബാക്കപ്പ് എടുത്താൽ പോരാ, ഈ ബാക്കപ്പ് റീസ്റ്റോർ ചെയ്യാനുള്ള സംവിധാനം ഉണ്ടായിരിക്കണം. അപ്പോഴാണ് നമ്മുടെ ഡാറ്റ സെക്യൂർഡ് ആണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ കമ്പ്യൂട്ടറുകളിലൊക്കെ ഓഫീസുകളിൽ പോയി നോക്കിയാൽ ആവശ്യമില്ലാത്ത ഒരുപാട് ഡാറ്റ സൂക്ഷിച്ചു വെക്കുന്നുണ്ടാവും. എടുത്ത് കളയുക. ആവശ്യമില്ലാത്തതാണെങ്കിൽ അതൊക്കെ നമ്മളെ പല രീതിയിലുള്ള ഫ്യൂച്ചർ പല ബുദ്ധിമുട്ടുകൾ. നിങ്ങളിപ്പോ വേറെ ഏതെങ്കിലും ഒരു ബിസിനസ് ചെയ്യണ സ്ഥലത്ത് ഒരു കമ്പ്യൂട്ടർ ഉടനെ നിധിയിൽ വെച്ചിട്ടുണ്ടാവും.
ഇതിങ്ങനെ കുറെ കാലം കഴിഞ്ഞു, അതിൽ പണ്ടത്തെ എന്തോ ഡാറ്റ കടന്നിരുന്നു, ഇതൊന്നും നമുക്കിപ്പോൾ വേണ്ടതല്ല. അപ്പൊ അതുകൊണ്ട് ആവശ്യമില്ലാത്ത ഡാറ്റ ആണെങ്കിൽ അതിനെയൊക്കെ സിസ്റ്റത്തിൽ നിന്ന് എടുത്ത് റിമൂവ് ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞത് ഇപ്പോൾ ആന്റിവൈറസിന് ഇതിന്റെ ഞാൻ നേരത്തെ പറഞ്ഞു, റാൻസംവെയർ അറ്റാക്ക്, അൺഓതറൈസ്ഡ് ആക്സസും ഡാറ്റ മോഷ്ടിക്കലൊക്കെ റെസ്ട്രിക്ട് ചെയ്യാൻ വേണ്ടി പ്രോപ്പർ ആന്റിവൈറസും ഫയർവാളും ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യണം. യൂസേഴ്സിന് പെർമിഷനും കാര്യങ്ങളും ഒക്കെ സോഫ്റ്റ്വെയർ, അതായത് ഇന്ന ആൾക്ക് ഇന്നത് മാത്രം ചെയ്താൽ മതി, ഇന്ന ആൾക്ക് ഇന്ന ഫോൾഡർ കിട്ടിയാൽ മതി, ഇന്ന ആൾക്ക് ഇന്നത് കിട്ടിയാൽ മതി എന്നുള്ളത് കൃത്യമായിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യണം. പിന്നെ നമ്മളെല്ലാവരും ക്യാമറയും ബയോമെട്രിക്കും എല്ലാ സ്ഥാപനങ്ങളിലും മിക്കവാറും വെച്ചിട്ടുണ്ടാവും. പലപ്പോഴും ഒരു തെറ്റ് നടത്താൻ ഉദ്ദേശിക്കുന്ന ഒരാൾ അവിടെ വന്നിട്ട് ആദ്യം തന്നെ നോക്കുക, ക്യാമറയുടെ കേബിൾ ഊരിയിട്ട് അത് മുറിച്ചിട്ടിട്ട് DVR പെട്ടിയിൽ വെക്കും. എന്നിട്ട് ആൾ അവിടെ മോഷണം നടത്തി പോയാൽ നമുക്ക് ഒരു സാധനവും നമുക്ക് കിട്ടില്ല. അപ്പോ ഇവിടെ ചെയ്യാവുന്ന ഒരു കാര്യം, നമ്മുടെ ക്യാമറ വെക്കുമ്പോൾ ഒരു ക്യാമറേനെ IP ക്യാമറ എന്ന് പറയും. IP ക്യാമറ വെച്ച് നമുക്ക് അതിന്റെ ഉള്ളിൽ മെമ്മറി കാർഡ് ഇടാം. അപ്പോൾ 4 ക്യാമറ ഉള്ള ഒരു സ്ഥലത്ത് ഒരു ക്യാമറ IP ക്യാമറ ആക്കിയിട്ട് അതിൽ മെമ്മറി കാർഡ് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ റെക്കോർഡിംഗ് അതിന്റെ ഉള്ളിൽ തന്നെ നടന്നോളൂ. നമുക്ക് മിനിമം 3-4 ദിവസം റെക്കോർഡിംഗ് അതിന്റെ ഉള്ളിൽ തന്നെ കിട്ടും. ഇൻ കേസ് DVR എടുത്തോണ്ട് പോയാലും ഈ ക്യാമറ അവിടെ ഉണ്ടെങ്കിൽ ക്യാമറയുടെ ഉള്ളിൽ റെക്കോർഡിംഗ് കിട്ടും. അപ്പൊ അതുകൊണ്ട് DVR നമുക്ക് കാണാത്ത രീതിയിൽ ഒരു ലൊക്കേഷൻ, DVRന്റെ ലൊക്കേഷൻ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ സാധാരണ ചെയ്യുന്ന വളരെ വിസിബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നെറ്റ്വർക്ക് റാക്ക് അടിച്ച് മോഡോ ഒക്കെ വെക്കുന്ന കൂട്ടത്തിൽ DVR ഉണ്ടാവും. അത് എല്ലാവർക്കും അണ്ടർസ്റ്റുഡ് ആണ് അവിടെ ഇരിക്കുന്നത് എന്നുള്ളത്. ഒരു മോഷണം പിടിക്കാൻ വേണ്ടിയിട്ടാണ് ആണെന്നാണെങ്കിൽ അങ്ങനത്തെ ഒരു സ്ഥലത്ത് DVR വെച്ച് അത് തുറന്നിരിക്കുന്നുണ്ട് അതിന്റെ പെട്ടി, നമുക്ക് അതുകൊണ്ടൊരു യൂസ് ഇല്ല. അപ്പോ ഒന്നെങ്കിൽ ആ DVR അത്ര വിസിബിൾ അല്ലാത്ത ടേബിളിന്റെ ഏതെങ്കിലും ഒരു പറ്റുന്ന സ്ഥലത്തായിരിക്കണം DVRന്റെ പൊസിഷൻ ചെയ്യേണ്ടത്. 2, നമ്മളൊരു ബാക്കപ്പ് ആയിട്ട്, അതായത് ഈ DVRന് ഒരു ബാക്കപ്പ് ആയിട്ട് ഒരു IP ക്യാമറ വെച്ച് നമുക്കൊരു ബാക്കപ്പ് കൂടി ചെയ്യുന്നത് നന്നായിരിക്കും. കൂടാതെ ഇപ്പൊ നമുക്ക് ഒരു 10, 20, 50 ഒക്കെ ബ്രാഞ്ച് ഉള്ള ഒരാൾക്ക് ഈ DVRകളൊക്കെ വർക്കിംഗ് ആണോ അല്ലെന്ന് അറിയില്ല. വല്ല ഇൻസിഡന്റ് വന്ന് നമ്മൾ നോക്കുമ്പോൾ ആ DVR വർക്ക് ചെയ്യില്ല, അതിന്റെ ക്യാമറ കേടായിരുന്നു, ഇൻഫ്രാറെഡ് രാത്രിയുള്ള റെക്കോർഡിംഗ് ഇല്ല, ഇതൊക്കെ പറയും. ഇതിന് ഈ ക്യാമറകളിലൊക്കെ ഹെൽത്ത് ചെക്കപ്പിന് സോഫ്റ്റ്വെയറുകൾ അവൈലബിൾ ആണ്. അതായത് DVR വർക്കിംഗ് ആണോ അല്ലയോ, ആ DVRൽ 8 ക്യാമറ ഉണ്ടെങ്കിൽ 8 ക്യാമറ വർക്കിംഗ് ആണോ അല്ലയോ, ഇതില്ല എന്നാണെന്നാണെങ്കിൽ നമ്മുടെ സർവീസ് തരുന്ന വെണ്ടർക്ക് ഓട്ടോമാറ്റിക്കലി മെസ്സേജ് പോകുന്ന രീതിയിൽ ഈ സാധനങ്ങൾ അവൈലബിൾ ആണ്. അപ്പൊ എന്താ വെച്ചാൽ ഈ ക്യാമറ അവിടെ വെച്ചതിന് ഒരു എഫക്റ്റീവ് നമുക്കൊരു ഉപയോഗം ഉണ്ടാവും. അതാണ് ഞാൻ ഇവിടെ ക്യാമറ ഹെൽത്ത് ചെക്കപ്പ് എന്ന് എഴുതിയിരിക്കുന്നത്. പിന്നെ നമുക്ക് ബയോമെട്രിക് ഒക്കെ ഇപ്പൊ കോമൺലി എല്ലാവരും ഉപയോഗിക്കുന്നത് കൂടുതൽ പറയുന്നില്ല, കാരണം സമയത്തിനും കൂടി ഉള്ളതുകൊണ്ട് ഞാനൊന്ന് ഇതായി പോകുന്നുണ്ട്. അപ്പോ IT-ക്ക് കൃത്യമായിട്ടുള്ളൊരു ഓഡിറ്റ്, കാരണം നമ്മൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ടും ഇത്രയും നമ്മൾ പൈസയാണ് നമ്മൾ ഡീൽ ചെയ്യണത്. നമ്മുടെ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഗോൾഡും കാശും ഒക്കെ ആയതുകൊണ്ട് കൃത്യമായിട്ടുള്ളൊരു ഓഡിറ്റ് പ്ലാൻ ചെയ്യണം. റിസ്ക് റെഡ്യൂസ് ചെയ്യാനും IT-യുടെ പിന്നെ സെക്യൂരിറ്റി ഇംപ്രൂവ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് കൊണ്ടുവരണം. പിന്നെ സ്ഥാപനത്തിന് കൃത്യമായിട്ടുള്ള ഒരു IT പോളിസി, നമുക്ക് യൂസർ മാനേജ് ചെയ്യാൻ അസറ്റ്, ഇമെയിൽ, പാസ്വേഡ്, ഇതിനൊക്കെ എല്ലാത്തിനും കൃത്യമായിട്ടുള്ള ഒരു പോളിസി ബിൽഡ് ചെയ്ത് വെക്കുക. അപ്പോഴാണ് എംപ്ലോയീസ് മാറി മാറി വരുമ്പോഴും ഇതൊക്കെയാണ് ഇവിടുത്തെ സിസ്റ്റം എന്നുള്ളത് അവർക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ IT-ക്ക് ഒരു ബഡ്ജറ്റ് പ്ലാൻ ചെയ്യുക. നമുക്ക് ഒരു വർഷത്തേക്ക് അല്ല ഒരു മാസം ഇത്ര രൂപയാണ് നമ്മൾക്ക് IT സ്പെൻഡ് ചെയ്യണത്. ഇപ്പൊ നമ്മൾ പലപ്പോഴും നോക്കിയാൽ ഒരു ബയോമെട്രിക് ഡിവൈസ് വാങ്ങുമ്പോൾ നമ്മളത് IT-യുടെ എക്സ്പെൻസ് ആയിട്ട് എഴുതി വെക്കും. എന്നിട്ട് മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു വർഷം ഇന്റർനെറ്റ് കോസ്റ്റ്, സെർവർ കോസ്റ്റ്, ഇതൊക്കെ IT-യുടെ എക്സ്പെൻസ് ആയിട്ട് കണക്കാക്കും. അതും ഒരു പരിധി വരെ തെറ്റാണ്. നമ്മൾ ചെയ്യേണ്ടത് HR റിലേറ്റഡ് സാധനങ്ങൾ വാങ്ങുന്നതാണെങ്കിൽ അത് IT കോസ്റ്റ് ആണ്, പക്ഷേ ദിസ് ഈസ് ഫോർ HR ഡിപ്പാർട്ട്മെന്റ്. നമ്മളൊരു ക്യാമറ സെറ്റ് സംവിധാനങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതൊരു അഡ്മിനിസ്ട്രേഷൻ, ഒരു സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റിന്റെ കോസ്റ്റ് ആണ്. അങ്ങനെ നമ്മൾ അതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓരോരോ ഡിപ്പാർട്ട്മെന്റിനും നമ്മൾ IT-ക്ക് വേണ്ടി എന്ത് സ്പെൻഡ് ചെയ്യണം എന്നുള്ള രീതിയിൽ ഒരു IT ബഡ്ജറ്റ് പ്ലാൻ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ നമ്മളെല്ലാവരും തന്നെ നമ്മുടെ സോഫ്റ്റ്വെയർ എന്തൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ CRM എന്ന് പറയുന്നത് കസ്റ്റമർ റിലേഷൻ മാനേജ്മെന്റിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു സംവിധാനങ്ങളും അധികം ആരും ഉപയോഗിക്കണം കണ്ടിട്ടില്ല. കാരണം കസ്റ്റമറുടെ എൻക്വയറീസും അവരുടെ ഇഷ്യൂസും അല്ലെങ്കിൽ അവരൊരു പ്രോബ്ലം പറഞ്ഞാൽ അത് റെക്കോർഡ് ചെയ്ത് വെക്കാനും, അവരൊരു എൻക്വയറി പറഞ്ഞു കഴിഞ്ഞാൽ അത് മാനേജ് ചെയ്യാനും നമുക്ക് നമ്മുടെ സോഫ്റ്റ്വെയറിന്റെ ഉള്ളിലോ, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്നതൊക്കെ പലതും ഫ്രീ ആയിട്ട് കിട്ടുന്ന സോഫ്റ്റ്വെയറുകളൊക്കെ ഉണ്ട്. ഓഡോ CRM-ഉം ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന CRM സോഫ്റ്റ്വെയറുകളുണ്ട്. അത് ഏതെങ്കിലുമൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ HRMS, നമ്മൾ പലതും ഇപ്പോൾ ഒരു 10, 20, 50 എംപ്ലോയീസ് ഉള്ളതാണെങ്കിൽ നമുക്ക് എംപ്ലോയീസിന്റെ അറ്റൻഡൻസ് ക്യാപ്ചർ ചെയ്യാനും അത് സാലറി പ്രോസസ്സിനൊക്കെ HRMS സോഫ്റ്റ്വെയറുകൾ അതൊന്നും നമ്മുടെ പല സ്ഥലത്തും കാണാറില്ല. അപ്പൊ അതിന്റെ ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ
ഇതിലേക്ക് പോയാൽ നമുക്ക് കുറെ അധികം കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പൊ നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ജിമെയിൽ എന്ന് പറയുന്ന ഗൂഗിളിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കുറെ ടൂളുകൾ, ഇപ്പൊ ഗൂഗിൾ ഷീറ്റ്, അതുപോലെ ഗൂഗിൾ കീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു മീറ്റിംഗ് വിളിച്ചു, ഒരു 4 ബ്രാഞ്ചിലെ മാനേജേഴ്സിനെ വെച്ചൊരു മീറ്റിംഗ് വിളിച്ചിട്ട് സംസാരിക്കുന്ന കാര്യങ്ങള് നമ്മളൊരു ഗൂഗിൾ കീപ്പ് എടുത്ത് അതിൽ അടിച്ചിട്ടിട്ട് ഓരോരോ കാര്യങ്ങളും ആർക്കൊക്കെയാണ് ഉത്തരവാദിത്തം അവിടെ തന്നെ സെറ്റ് ചെയ്യാം. ഇപ്പൊ 4 കാര്യങ്ങൾ എനിക്കുള്ളത്, 4 കാര്യം വേറൊരു ബ്രാഞ്ച് മാനേജർക്ക്, അടുത്ത 4 വേറെ ബ്രാഞ്ച് മാനേജർക്ക്. അപ്പൊ അവരത് തീർന്നു കഴിയുമ്പോൾ ഈ ഗൂഗിൾ കീപ്പിൽ മാർക്ക് ചെയ്താൽ ബാക്കിയുള്ള എല്ലാ ആൾക്കാർക്കും കാണാം ഏതൊക്കെ കാര്യങ്ങൾ ആരൊക്കെ കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളത്. അപ്പൊ അടുത്ത ഡിസ്കഷൻ വരുമ്പോഴേക്കും നമുക്ക് അറിയാൻ പറ്റും 15 കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഒരു ചെറിയ മിനിറ്റ്സ് പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൂളാണ് ഈ ഗൂഗിൾ കീപ്പ് എന്നുള്ളത്. അതേപോലെ ഗൂഗിളിന്റെ തന്നെ ഗൂഗിൾ ഫോംസും. ഞാൻ ഇതിലേക്ക് പോകുന്നില്ല, ഇത് നമുക്ക് കുറച്ച് സമയം എടുത്താലേ ഇതിലേക്ക് പോകാൻ പറ്റുള്ളൂ. അലക്സ ഒരു ഇൻഫർമേഷന് വേണ്ടി പറയാം. ഇപ്പൊ ഞാന് ഇവിടെ ഗൂഗിൾ അലക്സ എന്നുള്ള ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ ഞാനിപ്പോ അലക്സ, താങ്ക് യു. ഇപ്പൊ അലക്സ ഒരു പാട്ട് പാടാൻ പറഞ്ഞ അലക്സ അത് പാട്ട് പാടും. അല്ലെങ്കിൽ അലക്സയുടെ അടുത്ത് പോയി പറയാം, അലക്സ റീഡ് മൈ കലണ്ടർ. അപ്പോ നമുക്ക് അലക്സ, താങ്ക് യു. ഇപ്പൊ നമ്മൾക്ക് ഈ അലക്സ എന്നുള്ളത് ഇപ്പൊ 2700 രൂപയ്ക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു ഡിവൈസ് ആണ്. നമ്മള് ഇമെയിൽ റീഡ് ചെയ്യാൻ പറയാ, നമ്മുടെ കലണ്ടർ, നമ്മുടെ ഷെഡ്യൂൾ എന്താന്നുള്ളത് നമുക്ക് ശരിക്കും ഒരു അസിസ്റ്റന്റിനെ പോലെ നമുക്ക് റൂമിൽ വെച്ചിട്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ പറയാണ്, അലക്സ റിമൈൻഡ് മീ ടു കോൾ മിസ്റ്റർ സലീഷ്. എപ്പോഴാണ് റിമൈൻഡ് ചെയ്യുന്നതാണ്? ടുഡേ 9:30 PM. അപ്പൊ ഞാൻ 9:30 പറഞ്ഞ 9:31 ആയി. അപ്പൊ പാസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോ ഇതേപോലെ നമുക്ക് ഒരാളെ വിളിക്കാനുണ്ട്, ഓർമ്മിപ്പിക്കണം, 10-ാം തീയതി 7 മണിക്ക് ഒരാളായിട്ട് മീറ്റിംഗ് ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ റൂമിൽ ഓഫീസിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞാൽ മതി. പറഞ്ഞു കഴിഞ്ഞാൽ അലക്സ അത് റെക്കോർഡ് ചെയ്യും, നമ്മുടെ മൊബൈലിലേക്ക് റിമൈൻഡർ അയക്കും. ഇതിലുള്ള അലക്സ ഓൺ ആയിരിക്കാനുള്ള നമ്മളെ അറിയിക്കും. അത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാന്ന് വെച്ചാണ്. ഇനി ഇതൊക്കെ ഉള്ളത് കുറെ ടൂൾസ് ആണ്. ഇത് നമ്മൾ ഡോക്യുമെന്റ്സ് കംപ്ലീറ്റ്ലി ഡിജിറ്റലൈസ് ചെയ്യണം. നമുക്ക് പേപ്പർലെസ് ഓഫീസ് ആക്കണമെങ്കിൽ ഇതൊക്കെ ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള കുറെ ടൂൾസ് ഉണ്ട് കേട്ടോ. അതായത് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ഒരു സെഷൻ കിട്ടുകയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കുറെ സോഫ്റ്റ്വെയർ ഓപ്പൺ സോഴ്സ് ആണ്, നമ്മൾ ലൈസൻസ് എടുക്കാതെ തന്നെ. അതേപോലെ ആളുകളെ നമുക്ക് പഠിപ്പിക്കാൻ വേണ്ടി പലപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ് ആളുകളെ ട്രെയിനിങ് കൊടുക്കാൻ. ഒരാൾ പഠിച്ചു, കാര്യങ്ങളൊക്കെ മനസ്സിലായി, ആള് കുറച്ചാൾ നാൾ പോയി, അടുത്ത ആൾ വരുമ്പോൾ വീണ്ടും പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ പകുതി മിസ്സിംഗ് ആവും, അടുത്ത ആൾക്ക് വീണ്ടും പകുതി മിസ്സിംഗ് ആവും. അപ്പോ ലേണിംഗ് നമുക്ക് ഇലക്ട്രോണിക്കലി ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പൺ സോഴ്സ് ഒരു ഫ്രീ സോഫ്റ്റ്വെയർ ആണ് മൂഡിൽ എന്ന് പറയുന്നത്. ഇതും ഗൂഗിളിൽ ചെയ്ത് നോക്കിയാൽ ആരെങ്കിലും സ്ക്രീൻസ് വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചുള്ളൂ. മൂഡിൽ ഇ ലേണിംഗ് പ്ലാറ്റ്ഫോം യൂണിവേഴ്സിറ്റികളടക്കം പഠിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂളാണ്. അപ്പൊ നമുക്ക് നമ്മുടെ സോഫ്റ്റ്വെയറിനെ പറ്റിയും കാര്യങ്ങളൊക്കെ ഈ മൂഡിൽ ഇട്ട് കഴിഞ്ഞാൽ പുതിയ ആൾക്കാർ ഒരു ഇതിൽ നോക്കി പഠിച്ചോളാൻ പറയാം. അതിന്റെ മുകളിൽ എക്സാമും നടത്താൻ പറ്റും. ഇതിന്റെ ഉള്ളിൽ തന്നെ ഇവരിത് പഠിച്ചോ ഇല്ലയെന്ന് അറിയാൻ പറ്റുന്നത്. പിന്നെ ഇതൊക്കെ ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ഫയൽ സെർവർ. നമുക്ക് നമ്മുടെ ഇപ്പോ ചില ആളുകൾക്ക് ഓഫീസിലിരുന്ന് വർക്ക് ചെയ്ത് അവർ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത് അതേ ഫയൽ അവർക്ക് മൊബൈലിലും കിട്ടണമെന്ന് വെക്കുക, വീട്ടിൽ ചെന്ന്. നമുക്ക് വളരെ ലിമിറ്റഡ് ആൾക്കാർക്ക് അതിനു വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഫ്രീ ആയിട്ടുള്ള ഒരു ടൂളാണ് ഓൺ ക്ലൗഡ് എന്നുള്ളത്. പിന്നെ ഇപ്പൊ നിങ്ങളുടെ ഓഫീസിലൊക്കെ കൂടുതൽ കമ്പ്യൂട്ടർ, ഇപ്പൊ ഹെഡ് ഓഫീസിൽ ഒരു 15 കമ്പ്യൂട്ടർ 20 കമ്പ്യൂട്ടർ ഒക്കെ ഉള്ളൊരു സംവിധാനം ആണെങ്കിൽ ഒരു വർക്ക് സ്റ്റേഷൻ നമ്മളിപ്പോ 25,000 മുതൽ 30,000 രൂപ സ്പെൻഡ് ചെയ്യണ്ടാവും ഒരു വർക്ക് സ്റ്റേഷന്. എൻ കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വർക്ക് സ്റ്റേഷൻ നിങ്ങൾക്ക് കോസ്റ്റ് വരിക 10,000-12,000 രൂപ താഴെ, 12,000 താഴെ ആയിരിക്കും ഒരു വർക്ക് സ്റ്റേഷൻ സെറ്റ് ചെയ്യാൻ കോസ്റ്റ് വരുള്ളൂ. ഇതിൽ കാണുന്ന പോലെ ഒരു മോണിറ്ററും അതിന്റെ ബാക്കിൽ ഒരു ചെറിയ ബോക്സ് ഇരിക്കുന്നതാണ്. ഇത് നെറ്റ്വർക്കും കീബോർഡും മൗസും കണക്ട് ചെയ്യും. എന്നിട്ട് ഇതിന്റെ കണക്ഷൻ നേരെ സെർവറിലേക്ക് ഉണ്ടാവും. അപ്പോൾ ഒരു ഡാറ്റയും കമ്പ്യൂട്ടറിൽ ഒന്നുമില്ല. UPS ലോഡ്, കാരണം ഒരു കമ്പ്യൂട്ടറിന് 250 വാട്ട്സ് എടുക്കുമ്പോൾ ഇവിടെ 25 വാട്ട്സ് എടുക്കുള്ളൂ. അപ്പോ ഞാൻ ഇനി പോയാലേ നമ്മള് സമയം പറഞ്ഞത് മാക്സിമം 9 പറഞ്ഞു. അപ്പൊ ഞാന് സലീഷെ നമ്മള് എന്താന്ന് വെച്ചാ ആ ടൈം ഒന്ന് ഇനിയുള്ള കാര്യങ്ങൾ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി അങ്ങനെ ഉണ്ട്. എന്താ ചെയ്യേണ്ടത് നമുക്ക് ഇവിടെ ഇതിലൊന്ന് ഇനിയൊരു അവസരത്തിൽ നമുക്കൊരു ക്ലാസ്സും കൂടി വെക്കാം. അപ്പൊ നമുക്ക് അതിൽ മേക്കപ്പ് ചെയ്തൂടെ? മതി മതി, അതാ പറഞ്ഞത്. ഞാൻ സമയം ഇനി കൂടുതൽ വൈകുന്നുള്ളതുകൊണ്ടാണ്. ഇനി കുറച്ചുകൂടി കണ്ടന്റുകൾ പറയാനുള്ളതുണ്ട്. അപ്പൊ വേറൊരു അവസരത്തിൽ നമുക്ക് ആക്കാതെ നമുക്ക് ഇനി ഒരു അവസരത്തിൽ ഒരു ക്ലാസ്സും കൂടി എക്സ്ട്രാ വെക്കാം. അപ്പൊ നമുക്ക് ഇതിന്റെ മേക്കപ്പ് ചെയ്യാം. ചെയ്യാം.
എന്തായാലും താങ്ക് യു. ഹലോ, കേക്കണ്ടോ? കേൾക്കുന്നുണ്ട്. കേട്ടില്ല. അപ്പൊ ഇതിപ്പോ നമുക്ക് കുറെ പേർക്ക് അറിവില്ലാത്ത കാര്യങ്ങളാണ്. പേപ്പറിലും എഴുതി കുറെ കാര്യങ്ങൾ ഇപ്പൊ മൊബൈലിലും ഒരു മൾട്ടി സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ അതെ. സലേഷിന്റെ മൈക്കിന് കംപ്ലൈന്റ് ഇടുന്നു സലേഷ്. അതെ. നമ്പർ ഉണ്ട്, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നോട്ട് ചെയ്തിട്ട് വിളിക്കുക, മെസ്സേജ് ചെയ്തിട്ട് ചെയ്താൽ മതി. ഞാൻ ഫിനാൻസ് ഇൻഡസ്ട്രിയിലുണ്ട്. നമ്മുടെ നാട്ടിലുള്ള ഒട്ടുമിക്കവാറും NBFC-കൾ ഇപ്പൊ KLM, ICL, മാക്സ് വാല്യൂ, രാധാകൃഷ്ണ, ന്യൂട്രിച്ചൂർ, താഴെയില്, ഇങ്ങനെയുള്ള കുറെ അധികം സ്ഥാപനങ്ങൾക്ക് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഫിനാൻസ് ഡൊമൈനിൽ നിധിയും ചിട്ടിയും മൈക്രോ ഫിനാൻസ്, NBFC കൂടാതെ ബാക്കി ഇപ്പൊ ജോസ് ആലുക്കാസ്, ടോക്കൻ മാർക്ക്, മൈജി അങ്ങനെയൊക്കെയുള്ള സ്ഥാപനങ്ങൾക്കാണ് IT അഡ്വൈസറി സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ നിങ്ങൾ ഇനി അടുത്തൊക്കെ വരുമ്പോൾ നമുക്ക് ഇന്ന ഏരിയയെ പറ്റി മാത്രം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആഴ്ചയിലോ മാസത്തിലൊക്കെ എപ്പോഴെങ്കിലും ഒക്കെ സെഷൻ എടുക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല, നമുക്ക് എടുക്കാം. ഹലോ, പറഞ്ഞോളൂ. അപ്പൊ ഇതാണ്. അപ്പൊ സുരേഷ് സാർ, അപ്പൊ എനിക്ക് തോന്നുന്ന പ്രോബ്ലം ഉണ്ടോ നെറ്റിന് അവിടെ? നെറ്റിന് എന്തോ പ്രോബ്ലം ഉണ്ട്. കേൾക്കണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യല്ലേ ഡേവിഡ് ചേട്ടാ? വൈൻഡപ്പ് ചെയ്യാം. ഇനി നമുക്ക് തൽക്കാലം ഇന്ന് വൈൻഡപ്പ് ചെയ്തിട്ടേ നമുക്ക് ഇനി ഒരു അവസരത്തിൽ കുറച്ചുകൂടി നന്നായിട്ട് ടൈം എടുത്തുകൊണ്ടൊരു ക്ലാസ് വേറെ വെക്കാം. അപ്പൊ നമുക്ക് ഓരോ പർട്ടിക്കുലർ ഓരോ ടോപ്പിക് ആയിട്ട് ചെയ്യാം. നമ്മളിപ്പോ നടക്കുള്ളൂ. ഒരു മന്ത്ലി വൺസ് അങ്ങനെ എങ്ങനെയും നമുക്ക്, അല്ലെങ്കിൽ ഇപ്പൊ 2 മാസം കൂടുമ്പോ എപ്പോഴെങ്കിലും നമ്മള് ഓരോ സൂമിന്റെ സെഷൻ അനുസരിച്ച് സാറിനെ വിളിക്കാം. അപ്പൊ സാറ് ടോപ്പിക്ക് നമുക്ക്, അപ്പൊ ഇതിപ്പോ എല്ലാവർക്കും ഒരു വേഗ ഐഡിയ ആയിരുന്നു എന്താ ഇതിൽ നടക്കാൻ പോണത്. ഇത് ഇത്ര യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിച്ചില്ല. അതുപോലെ ഇത് ഫുള്ള് കോപ്പി ചെയ്തിട്ടുള്ളതല്ലേ? ഇതിന്റെ ഒരു കോപ്പി റെക്കോർഡറാണ്. അത് കോപ്പി മേടിച്ചോളൂ. അത് തരാം, ഞാൻ ഈ പവർ പോയിന്റ് തരാം. ഈ പവർ പോയിന്റ് സജഷൻ അയച്ചു തരാം. നിങ്ങൾ യൂസ് ചെയ്തോളൂ. അതിൽ കുറെ ടിപ്സ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വിളിക്കാം. നമ്മുടെ യൂട്യൂബിലെ മറ്റേ ഇട്ട് വെച്ചാല് നമ്മുടെ മെമ്പേഴ്സിന് അതിനെ കുറിച്ച് അറിയാലോ. അതെ. ഒരു ടൈം ഫിക്സ് ചെയ്ത് എൻഡ് ഓഫ് ദ സെഷൻ ആക്കണ്ട. നമുക്ക് ഇനി ഇതും ആവശ്യം വരും, കാരണം ഇത് യൂസ്ഫുൾ ആണ്. അപ്പൊ നമുക്ക് ഒരു ഗീവ് ആൻഡ് ടേക്ക് ആയിട്ട് പോവാം സാറേ, കുഴപ്പമില്ല. അപ്പൊ ജോസഫ് ഏട്ടാ നന്ദി ഞാൻ പറയാണ്. കുഴപ്പമില്ലല്ലോ? ധൈര്യമായിട്ട് പറഞ്ഞ നീ ജോസഫ് ഏട്ടനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ വെൽക്കം സ്പീച്ച് പറയാൻ പറ്റില്ലല്ലോ. സലേഷ് പറയും. അപ്പൊ ഇപ്പൊ ഇന്ന് നമ്മളൊക്കെ നമ്മളെ ചിന്തിക്കുന്നതിൽ അപ്പുറത്താണ് IT ലോകമെന്ന്. ഈവൻ നമ്മളെല്ലാവരും എന്റർപ്രണേഴ്സ് ആണ്. നമുക്ക് സ്വന്തമായിട്ടൊരു കമ്പനി ഉണ്ട്, നമുക്ക് സ്വന്തമായിട്ടൊരു സോഫ്റ്റ്വെയർ ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി ഒരു 3/4 മണിക്കൂർ സെഷൻ കൊണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ സെഷൻ പൂർണ്ണമാക്കാൻ അദ്ദേഹത്തിനും കഴിഞ്ഞില്ല, കാരണം രാത്രി വളരെ വൈകി. അപ്പൊ നമുക്ക് ഇതുപോലത്തെ ഒരുപാട് വിവരങ്ങൾ നമുക്ക് ഷെയർ ചെയ്തിരുന്ന സുരേഷ് സാറിന് ഞാൻ അസോസിയേഷന്റെ പേരിലും എന്റെ സ്വന്തം പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പൊ നമ്മളുടെ ആൾക്കാര് ഇനിയും അസോസിയേഷന്റെ ബാനറിലോ അസോസിയേഷന്റെ മെമ്പേഴ്സോ ആരെങ്കിലും നേരിട്ട് വിളിക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പൊ ഇത്രയും നല്ലൊരു വണ്ടർഫുൾ ക്ലാസ് തന്നതിന് സാറിന് എന്റെ പേരിലും അസോസിയേഷന്റെ പേരിലും നന്ദി പറയുന്നു. താങ്ക് യു സാർ. അപ്പൊ ഇതിന്റെ ആ വീഡിയോ ഒന്ന് റെക്കോർഡ് ഷെയർ ചെയ്തോളൂ നമ്മുടെ ഫേസ്ബുക്ക് പേജിലും യൂട്യൂബിലൊക്കെ. എന്തെങ്കിലും സ്പെസിഫിക് കാര്യം എന്തെങ്കിലും ചോദിച്ചാലോ കേട്ടോ. ഞാനിരിക്കാൻ എനിക്ക് പ്രശ്നമില്ല.
ലീവ് ചെയ്യണവര് ലീവ് ചെയ്തോട്ടെ. എന്തെങ്കിലും സ്പെസിഫിക്കലി ചോദിക്കണമെങ്കിൽ എത്ര സമയം വേണമെങ്കിലും ഇരിക്കാം, എനിക്ക് പ്രശ്നമില്ല. ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാന്ന് അർത്ഥം. അതെ. എന്തായാലും ഈ ക്ലാസ്സിനെ കുറിച്ച് മെമ്പേഴ്സിന് സത്യം പറഞ്ഞ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ സംശയങ്ങളൊക്കെ വരാത്തത്. ഇത് വിഷയം ശരിക്കും പഠിച്ചു വരുന്നുള്ള ആൾക്കാരെ ഇത് ഒരു പരിധി വരെ ഈ ക്ലാസ് കഴിഞ്ഞപ്പോ നമുക്ക് കുറെ പേർക്ക് ഇതിനെ കുറിച്ച് മറ്റു കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിൽ വരുമ്പോ ശരിക്കും സംശയങ്ങൾ വന്നു തുടങ്ങും നമുക്ക് പ്രതീക്ഷിക്കാം. അതിനാണ് സാധ്യത. നമുക്ക് ആലോചിച്ചിട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു. അപ്പൊ ഗുഡ് നൈറ്റ്. സംശയങ്ങളില്ലാന്നുണ്ടായിരിക്കും. കുഴപ്പമില്ല, അടുത്ത ദിവസം നമുക്ക് നോക്കാം. നമ്പർ ഉണ്ടല്ലോ, വിളിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ലീവ് ചെയ്യാം. ഓക്കെ, താങ്ക്. ഗുഡ് നൈറ്റ് ജിമ്മി.